കർത്താവിൻ്റെ അതിപരിശുദ്ധമായിരിക്കുന്ന നാമത്തിന് മഹത്വം. വന്നു ചേർന്ന എൻ്റെ പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാർക്ക് എല്ലാവർക്കും ഞാൻ സ്നേഹത്തിൻ്റെ ഭാഷയിൽ നന്ദി പറയുന്നു. എല്ലാവരോടും ഉള്ളതായിരിക്കുന്ന അകമഴിഞ്ഞ സ്നേഹം എനിക്കുണ്ട്. ഞാൻ എല്ലാവരെയും വിധത്തിൽ സ്നേഹിക്കുന്നു. എൻ്റെ പ്രിയമുള്ളവരെ, ദൈവത്തിൻ്റെ വചനത്തിന് മുമ്പാകെ കുറച്ച് സമയം ഇരിക്കുമ്പോൾ ഞാൻ അധികം നേരം പറഞ്ഞൊന്നും നിങ്ങളെ മുഷിപ്പിക്കാറില്ലല്ലോ. ഞാൻ കൂടി വന്നാൽ 40, 45, 50 മിനിറ്റ് അത്രയൊക്കെ പറയാറുള്ളൂ. അപ്പോൾ അതുകൊണ്ട് മുഷിയാതെ കേൾക്കണം എന്ന് ഞാൻ അപേക്ഷിക്കുന്നു. ദൈവത്തിൻ്റെ കൃപ കൂടി ഇരിക്കട്ടെ. പ്രത്യേകിച്ച് തെസ്സലോനിക്ക ലേഖനം 2 തെസ്സലോനിക്ക ലേഖനം അതിൻ്റെ 2-ാം അധ്യായം എന്ന് പറയുന്നത് ഇന്ന് ക്രൈസ്തവ ലോകത്തിൽ വളരെ ഏറെ ചർച്ചാ വിഷയമായിട്ടുള്ള ഒരു കാര്യമാണ്. അനേകരും കൺഫ്യൂഷനിലായിട്ടുള്ളായിരിക്കുന്ന ഒരു അധ്യായമാണ് തെസ്സലോനിക്കർക്ക് എഴുതിയ 2-ാം ലേഖനം. അപ്പോൾ അവിടെ പറയുന്നതായിരിക്കുന്ന കാര്യങ്ങളിൽ തെറ്റിദ്ധാരണകളും തെറ്റായിരിക്കുന്ന സങ്കല്പങ്ങളും ഒക്കെ ഉണ്ട്. വെച്ച് പുലർത്തിക്കൊണ്ടാണ് പല സഭകളും പഠിപ്പിക്കുകയൊക്കെ ചെയ്യുന്നത്. നമുക്ക് കർത്താവിൽ ആശ്രയിക്കാം. ശരിയായിരിക്കുന്ന രീതിയിൽ ഇതിൻ്റെ ഉപദേശങ്ങളെ പഠിക്കുവാനായിട്ട് ദൈവം നമ്മളോട് കരുണ കാണിക്കട്ടെ, സഹായിക്കട്ടെ എന്ന് ഞാൻ ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുന്നു. ഒന്നാമത്തേതിലേക്ക് ഞാൻ ഇനി കടക്കുന്നില്ല. പാസ്റ്റർ എൻ്റെ ഒരു മുഖവുര പറഞ്ഞല്ലോ. ഓക്കെ, 2-ാമത്തെ അധ്യായത്തിൻ്റെ 1-ാം വാക്യം. ഇനി സഹോദരന്മാരെ, അപ്പോൾ താൻ എന്തോ ഒരു പുതിയ കാര്യം പറയാൻ പോവുക. ഇനി, അതായത് ഞാൻ ഇത്രയും നേരം പറഞ്ഞതുപോലെയല്ല, ഇനി സഹോദരന്മാരെ, നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ പ്രത്യക്ഷതയും അവൻ്റെ അടുക്കലുള്ള നമ്മുടെ സമാഗമനവും സംബന്ധിച്ച് ഞങ്ങൾ നിങ്ങളോട് അപേക്ഷിക്കുന്നത് എന്ന് പറഞ്ഞാൽ എന്തിനങ്ങനെ അപേക്ഷിക്കുന്നത്? പൗലോസിന് അപേക്ഷിക്കേണ്ട കാര്യമുണ്ടോ? പൗലോസിന് കൽപ്പിച്ച പോരെ? കാരണം പൗലോസിൻ്റെ ശിഷ്യന്മാരില്ലേ തെസ്സലോനിക്ക സഭയിലുള്ളവരെല്ലാവരും. പക്ഷെ പൗലോസ് പറയാം, ഞാൻ നിങ്ങളോട് അപേക്ഷിക്കുകയാണ്. എന്തിനെക്കുറിച്ച് അപേക്ഷിക്കുന്നു? നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ പ്രത്യക്ഷതയും അവൻ്റെ അടുക്കലുള്ള നമ്മുടെ സമാഗമനവും. ഇതിൽ നിന്ന് തന്നെ എന്ത് വ്യക്തമാണ്? നമുക്കൊരു കാര്യം മനസ്സിലാക്കാം. ഉൽപ്രാവണത്തിൻ്റെ കാര്യം പൗലോസ് പറയുന്നത്. കർത്താവ് പ്രത്യക്ഷപ്പെടുന്നു എവിടെ? വാനമേഘങ്ങളിൽ. നമ്മൾ അവൻ്റെ അടുക്കിലേക്ക് ചേർക്കപ്പെടുന്നു. സമാഗമനം. കർത്താവുമായിട്ട് നാം മധ്യാകാശം കൂടിക്കാണുന്നു. അത് വളരെ വ്യക്തമാണ് പൗലോസിൻ്റെ എഴുത്തുകളിൽ. 1 തെസ്സലോനിക്ക ലേഖനത്തിലൊക്കെ ഈ വാക്യങ്ങൾ ഉപയോഗിക്കുന്നുണ്ട്. കർത്താവിൻ്റെ ഒലിവുമല പ്രത്യക്ഷത അല്ല പൗലോസ് ഇവിടെ പറയുന്നത്. ഒലിവുമല പ്രത്യക്ഷതയെക്കുറിച്ച് പൗലോസ് ഒന്നും പറഞ്ഞിട്ടില്ല. ഞാനത് അടിവരയിട്ട് നിങ്ങളോട് ഓർമ്മിപ്പിക്കുകയാണ്. ഒലിവുമല പ്രത്യക്ഷതയെക്കുറിച്ച് പൗലോസിൻ്റെ ലേഖനങ്ങളിൽ എവിടെയും ഒരു സൂചനയും കാണാനില്ല. ഇവിടെയും പൗലോസ് പറയണം, നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ പ്രത്യക്ഷതയും അവൻ്റെ അടുക്കലേക്കുള്ള നമ്മുടെ സമാഗമനവും. നമ്മൾ കർത്താവുമായിട്ട് ഒന്നിച്ച് കൂടിച്ചേർന്ന് കാണുന്നതായിരിക്കുന്ന ആ കാര്യത്തെക്കുറിച്ച് പ്രിയ സഹോദരന്മാരെ, ഞാൻ നിങ്ങളോട് അപേക്ഷിക്കുകയാണ്, ഞാൻ നിങ്ങളോട് പറയുകയാണ് എന്ന് പൗലോസ് പറയുകയാണ്. അപ്പോൾ പൗലോസ് വളരെ ക്ഷമയോടെ, വളരെ സഹനതയോടെ പറയുകയാണ്, ഞാൻ നിങ്ങളോട് അപേക്ഷിക്കുകയാണ്. എന്തിനാ അപേക്ഷിക്കുന്നത് അറിയാമോ? താഴേക്ക് വായിച്ചറിയാം. ഇവരുടെ അവിടുത്തെ ഒരു സന്ദർഭം എന്ന് പറഞ്ഞാൽ ഇവരുടെ സങ്കല്പങ്ങളിൽ, ഞാൻ എപ്പോഴും പറയാറില്ലേ, ഈ തെസ്സലോനിക്കയിലെ വിശ്വാസികൾക്ക് എന്താ പറ്റിയത്? അവർക്ക് എന്താ പറ്റിയെന്ന് ചോദിച്ചാൽ അവർ മഹാകഷ്ടത്തിലൂടെ കടന്നു പോവുകയാണെന്നേ. നമുക്കൊന്നും ഈ കാലത്ത് അങ്ങനത്തെ കഷ്ടമൊന്നും വന്നിട്ടില്ല. നമുക്ക് വന്നിട്ടില്ല കേരളത്തിലൊന്നും. വടക്കേന്ത്യയിലൊക്കെ ഞാൻ ഇന്നും ഇങ്ങനെ വാർത്ത കണ്ടപ്പോൾ വടക്കേന്ത്യയിലൊക്കെ ഇന്നലെയോ നീയാന്നൊക്കെ ഏതോ പാസ്റ്റർമാരെയൊക്കെ പിടിച്ച് ജയിലിലിടുകയോ പിന്നെ ഇല്ലാത്ത കുറ്റങ്ങൾ ആരോപിക്കുകയൊക്കെ ചെയ്ത് അവരൊക്കെ കുറേ പേര് ജയിലിൽ കിടപ്പുണ്ട് വടക്കേന്ത്യയിൽ. പക്ഷേ ഇവിടെ നമ്മുടെ കേരളത്തിൽ അങ്ങനെയുള്ള പ്രശ്നങ്ങളൊന്നുമില്ല അല്ലേ. അതുകൊണ്ട് നമുക്ക് കഷ്ടങ്ങൾ അറിയില്ല. ഇവിടെ ജയിലിലിടുന്നൊക്കെ ഉണ്ടാവുള്ളായിരിക്കാം, അല്ലെങ്കിൽ അപൂർവം ചില കൊലപാതകങ്ങളൊക്കെ നടന്നേക്കാം, അത്രയൊക്കെ ഉള്ളൂ അല്ലേ. എന്നാൽ അങ്ങനെയല്ല. തെസ്സലോനിക്കയിലെ വിശ്വാസികൾ അനുഭവിച്ച കഷ്ടങ്ങൾ അതിഭീകരമായിരുന്നു. അവർ കർത്താവിന് വേണ്ടിയിട്ട് ജീവത്യാഗം ചെയ്യേണ്ടി വന്നു. ചിലരെങ്കിലും ജീവത്യാഗം ചെയ്യേണ്ടി വന്നു. അപ്പോൾ അവർ ഭയങ്കര കഷ്ടത്തിൽ കൂടെ കടന്നു പോവുകയാണ്. അതുകൊണ്ടാണ് പൗലോസ് അവരോട് ക്ഷമയോടെ അപേക്ഷിക്കുന്നത്. നിങ്ങൾ ഈ പറയുന്ന പോലെയല്ല.
ഇവിടെ പൗലോസ് ഇത് പറഞ്ഞു വരുന്നതിൻ്റെ കാരണം എന്ന് പറഞ്ഞാൽ, ഞാനത് ആദ്യം പറഞ്ഞിട്ടുണ്ട്, ഞങ്ങൾക്ക് മുൻ ക്ലാസ്സുകളിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട്, എന്നാലും ഞാൻ ഒരിക്കൽ കൂടെ നിങ്ങളോട് ഓർമ്മിപ്പിക്കാം. പൗലോസ് എന്താ ഇങ്ങനെയൊക്കെ പറയുന്നതെന്ന് അറിയാമോ? ഈ തെസ്സലോനിക്കരോട് മാത്രമേ ഇതൊക്കെ പറയുന്നത്, വേറെ ലേഖനങ്ങളിലൊന്നും ഇത് പറയാതെ ഈ തെസ്സലോനിക്ക ലേഖനത്തിൽ മാത്രം ഇത് പറയുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഈ തെസ്സലോനിക്കയിലെ വിശ്വാസികൾ ഭയങ്കരമായിരിക്കുന്ന പ്രശ്നങ്ങളിലൂടെ കടന്നുപോയി കഴിഞ്ഞപ്പോൾ ഇവർ ചിന്തിച്ചെന്താ അറിയാമോ? കർത്താവ് മധ്യാകാശ വന്നു, അത് പൗലോസിൽ നിന്ന് അവർ പഠിച്ചിട്ടുണ്ട്. കർത്താവ് മധ്യാകാശ വന്നു, രക്ഷിക്കപ്പെട്ടവർ ചേർക്കപ്പെട്ടു, ഉൽപ്രാവണം കഴിഞ്ഞു. ഇപ്പം നമ്മൾ കടന്നു പോകുന്നത് മഹാകഷ്ടത്തിൽ കൂടിയാണ്. പൗലോസ് പറഞ്ഞ പോലെ കർത്താവിൻ്റെ നാളെന്ന് പറയുന്ന ആ മഹാകഷ്ടത്തിലൂടെയാണ് നമ്മൾ കടന്നു പോകുന്നത് എന്നുള്ളായിരിക്കുന്ന ഒരു തെറ്റായ ധാരണ ഈ തെസ്സലോനിക്കയിലെ വിശ്വാസികളുടെ ഇടയിൽ ഉണ്ടാകാനായിട്ട് ഇട വന്നു. അതുകൊണ്ടാണ് പൗലോസ് ഇത്ര ക്ഷമയോടെ അവരോട് പറയുന്നത്, ഞാൻ നിങ്ങളോട് അപേക്ഷിക്കുക, കർത്താവിൻ്റെ പ്രത്യക്ഷതയും നമുക്ക് അവൻ്റെ അടുക്കളുടെ സമാഗമനവും സംബന്ധിച്ച് ഞാൻ നിങ്ങളോട് അപേക്ഷിക്കുകയാണെന്ന് പറയുന്നത്. എന്നിട്ട് രണ്ടാം വാക്യം പറയാണ്, കർത്താവിൻ്റെ നാൾ അടുത്തിരിക്കുന്നു എന്ന് വെച്ച് നിങ്ങൾ വല്ല ആത്മാവിനാലോ വചനത്താലോ ഞങ്ങൾ എഴുതി എന്ന ഭാവത്തിലുള്ള ലേഖനത്താലോ സുബോധം വിട്ട് വേഗത്തിലിളകുകയും ഞെട്ടിപ്പോവുകയും വരുത്. അവിടെ പറഞ്ഞ കേട്ടോ, കർത്താവിൻ്റെ നാൾ, ഇതൊക്കെ പലരും അവഗണിച്ച് കളയാണ് തിരുവെഴുത്ത് പഠിക്കുമ്പോൾ. കർത്താവിൻ്റെ നാൾ അടുത്തു. കർത്താവിൻ്റെ നാൾ എന്ന് പറയുന്നത് ഞാൻ മുൻപ് പറഞ്ഞിട്ടുള്ളതായതുകൊണ്ടും നിങ്ങളൊക്കെ കേട്ടിട്ടുള്ളതായതുകൊണ്ടും ഞാൻ വിവരിക്കുന്നില്ല. കർത്താവിൻ്റെ നാളെന്ന് പറയുന്നത് അത് മഹാക്രോധ കാലഘട്ടത്തെക്കുറിച്ചാണ്. ദൈവം ഭയങ്കരമായിരിക്കുന്ന ന്യായവിധി ലോകത്തിലേക്ക് പകരുന്നതായിരിക്കുന്ന, അല്ലെങ്കിൽ പീഡകൾ പകരുന്നതായിരിക്കുന്ന, അതുമല്ലെങ്കിൽ എന്താ പറയുക, മഹാപീഡനകാലം, അങ്ങനെ അങ്ങ് പറഞ്ഞാൽ വ്യക്തമാകുമല്ലോ. ആ ഒരു കാര്യത്തെക്കുറിച്ചാണ് കർത്താവിൻ്റെ നാളെന്ന് പറയുന്നത്. നമ്മൾ മാലാഖി പുസ്തകത്തിൽ വായിക്കുന്നുണ്ട്, കർത്താവിൻ്റെ വലുതും ഭയങ്കരവുമായ നാൾ വരുന്നതിന് മുമ്പേ. കർത്താവിൻ്റെ വലുതും ഭയങ്കരവുമായ നാൾ എന്നാണ് മാലാഖി അതിനെക്കുറിച്ച് പറയുന്നത്. വരുന്നതിന് മുമ്പേ നിങ്ങൾക്ക് ഏലിയ പ്രവാചകനെ അയച്ചു തരും എന്ന് നമ്മൾ വായിക്കുന്നുണ്ട്. ഇതൊക്കെ ഞാൻ മുൻ ക്ലാസ്സുകളിൽ തെസ്സലോനിക്ക ലേഖനത്തിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പം ഇവിടെ ഇവരോട് പറയാണ്, അങ്ങനെ ആ മഹാപീഡനകാലം അടുത്ത്, ആ മഹാപീഡനകാലത്തിൽ കൂടിയാണ് ഇപ്പോൾ നമ്മൾ കടന്നു പോകുന്നത് എന്നുള്ളതായിരിക്കുന്ന ഒരു തെറ്റായ വിശ്വാസം ഈ പറയുന്നതായിരിക്കുന്ന തെസ്സലോനിക്കരുടെ ഇടയിൽ വന്നു കഴിഞ്ഞപ്പോൾ പറയാണ്, കർത്താവിൻ്റെ നാൾ അടുത്തിരിക്കുന്നു എന്ന് വെച്ച് നിങ്ങൾ വല്ല ആത്മാവിനാലോ, ഈ വല്ല ആത്മാവിനാലോ എന്ന് പറഞ്ഞാൽ വചനത്താലോ, വല്ല ആത്മാവ് മാത്രമല്ല, വല്ല ആത്മാവിനാലോ വചനത്താലോ ഞങ്ങൾ എഴുതി എന്ന ഭാവത്തിലുള്ള ലേഖനത്താലോ സുബോധം വിട്ട് വേഗത്തിൽ ഇളകുകയും ഞെട്ടിപ്പോകുകയും വരുത്. ഇങ്ങനെ തെറ്റിദ്ധരിപ്പിച്ച അവിടെ തെസ്സലോനിക്ക സഭയിൽ, അതായത് പൗലോസ് പറഞ്ഞതായിരിക്കുന്ന ഉൽപ്രാവണം കഴിഞ്ഞു, പൗലോസ് ഇങ്ങനെ എഴുതിയിട്ടുണ്ട് എന്നൊക്കെ പറഞ്ഞ് പൗലോസിൻ്റെ ലേഖനങ്ങൾക്ക് തുല്യമായ ലേഖനങ്ങളോ എഴുത്തുകളോ അല്ലെങ്കിൽ പ്രസ്താവനകളോ തെസ്സലോനിക്ക സഭയിൽ ആരൊക്കെയോ കെട്ടിച്ചമച്ചിറക്കി. എന്നിട്ട് അവരുടെ പീഡകളെക്കുറിച്ച് അവരെ ഭയപ്പെടുത്തി. അവരെ ഭയപ്പെടുത്തിയത് കൊണ്ട് അതിനെക്കുറിച്ച് പൗലോസ് പറയുന്നത്, ഞങ്ങൾ അങ്ങനെ എഴുതിയിട്ടില്ല, ഞങ്ങൾ അങ്ങനെ ഒരു ലേഖനവും കർത്താവിൻ്റെ നാൾ വന്നു എന്ന് പറഞ്ഞ് ഞങ്ങൾ എഴുതിയിട്ടില്ല, ഞങ്ങളങ്ങനെ പറഞ്ഞിട്ടില്ല, ഞങ്ങളങ്ങനെ ഒരു കാര്യവും നിങ്ങളോട് സംബോധന ചെയ്തിട്ടില്ല, നിങ്ങൾ എന്താണ് ഇങ്ങനെ തെറ്റിപ്പോകുന്നത് എന്നുള്ളായിരിക്കുന്ന ശബ്ദത്തിലാണ് പൗലോസ് ഇവിടെ പറയുന്നത്. അപ്പം പൗലോസ് എഴുതിയിട്ടുമില്ല, പ്രസംഗിച്ചിട്ടുമില്ല, അങ്ങനെ ഒരു കാര്യം പറഞ്ഞല്ല. കർത്താവിൻ്റെ നാൾ അടുത്തിരിക്കുന്നു എന്ന് വെച്ച് നിങ്ങൾ വല്ല ആത്മാവിനാലോ വചനത്താലോ, ആരെങ്കിലും പറഞ്ഞതായിരിക്കുന്ന വചനത്താൽ, ദൈവവചനത്താലല്ല ഈ പറയുന്നത്, ആരെങ്കിലും പറഞ്ഞു കേട്ടായിരിക്കുന്ന കിംവദന്തികളുടെ അടിസ്ഥാനത്തിൽ നിങ്ങൾ വീണു പോകരുതേ എന്ന് അപേക്ഷിക്കുകയാണ്. എന്നിട്ട് അതിനെക്കുറിച്ച് താഴേക്ക് പറയാണ്, ആരും ഏത് വിധേനയും നിങ്ങളെ ചതിക്കരുത്. ഇതാ പ്രശ്നം. ഞാനിപ്പം ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഞാനും തോമസ് സാറൊക്കെ ശരിക്കും ചില സന്ധികളിൽ ഞങ്ങൾ കടന്നു പോകുന്നുണ്ട്. എന്ന് പറഞ്ഞാൽ ഇത്രയും പച്ചയായിരിക്കുന്ന ദൈവത്തിൻ്റെ സത്യമായിരിക്കുന്ന വചനങ്ങൾ ഈ വിധത്തിലെല്ലാം പറഞ്ഞു കൊടുത്തിട്ടും
ചിലർക്കിത് എത്ര കേട്ടാലും ഗ്രഹിക്കാൻ പറ്റുന്നില്ല. ഭയങ്കര വിഷമം. അവർ വിചാരിക്കുന്നത് എന്താണെന്നറിയാമോ? ആൾക്കാർ വിചാരിക്കുന്നത് ആ പല സഭകളുണ്ടല്ലോ ലോകത്ത്. അപ്പം പല സഭകളെ പോലെ ഒരു സഭയാണ് നമ്മുടെ സഭയും എന്നാണ് വിചാരിക്കുന്നത്. അപ്പം അതുകൊണ്ട് നമ്മളോട് ദൈവവചനം കേട്ട് പഠിക്കുന്നവരും ഏകദേശമൊക്കെ ഒരു ജ്ഞാനം പ്രാപിച്ചവരും ആയിരിക്കുന്നവർ മറ്റുള്ള സഭയിൽ പോകുന്നതിലോ അവരുടെ കൂട്ടായ്മയിൽ പങ്കുചേരുന്നതിലോ തെറ്റില്ല എന്ന് വിചാരിച്ച് അവിടെയും സംബന്ധിക്കുന്നതായിട്ട് ഞങ്ങൾക്ക് ഇങ്ങനെ അറിവ് കിട്ടി. അപ്പം ഞങ്ങൾ പറയുന്നത് എന്താ ഞങ്ങളീ പറയുന്നത്? ഇത് എന്താ പറയുന്ന അടിസ്ഥാനപരമായിട്ട് തന്നെ മറ്റ് സഭകളിൽ നിന്ന് നമ്മൾ പറയുന്ന കാര്യങ്ങൾ വ്യത്യസ്തമാണ്. നമ്മളൊരു പുതിയ ഉപദേശം കൊണ്ടുവന്നതല്ല. ഇത് എന്തുകൊണ്ട് ഞാനിത് പറയുന്നതെന്ന് ചോദിച്ചാൽ, പൗലോസിൻ്റെ കാലശേഷം ഈ കൃപയുടെ സുവിശേഷം, പൗലോസിലൂടെ വന്നിരിക്കുന്ന കൃപയുടെ സുവിശേഷം വളരെ പരാജയപ്പെട്ടു പോയി, അസ്തമിച്ചു പോയി. അപ്പോസ്തലപ്രവൃത്തി 20-ാം അധ്യായത്തിൽ നിങ്ങൾക്ക് അറിഞ്ഞൂടെ, പൗലോസ് മിലേത്തൂസിൽ നിന്ന് ആളെ അയച്ചിട്ട് എഫെസോസിലെ മൂപ്പന്മാരെ വിളിച്ചിട്ട് അവരോട് പറയുന്ന ആ വാക്യം നിങ്ങൾക്ക് അറിഞ്ഞൂടെ? എന്താ പറയുന്നത്? ഞാൻ പോയ ശേഷം ആടുകളെ ആദരിക്കാത്ത കൊടിയ ചെന്നായ്ക്കൾ നിങ്ങളുടെ ഇടയിൽ നിന്ന് തന്നെ എഴുന്നേൽക്കും. പൗലോസ് ഉണ്ടായിരുന്നപ്പോൾ തന്നെ നമുക്കറിയാമല്ലോ, പിന്നെ ഗലാത്യ സഭയിലും കൊരിന്ത് സഭയിലും അന്ത്യോക്യ സഭയിലും എന്തെല്ലാം വിധമായിരിക്കുന്ന പ്രയാസങ്ങളിലൂടെ കടന്നുകൊണ്ട് വന്ന മറ്റുള്ളവർ ന്യായപ്രമാണം ഇതിൻ്റെ കൂടെ ചേർക്കണം, ന്യായപ്രമാണവും യേശുവിലുള്ള വിശ്വാസവും രണ്ടും കൂടെ സമം ചേർത്തെങ്കിലേ നമുക്ക് ദൈവരാജ്യത്തിൽ പ്രവേശിക്കാനായിട്ട് പറ്റുകയുള്ളൂ എന്നുള്ളതായിരിക്കുന്ന ഉപദേശം പൗലോസ് ഉണ്ടായിരുന്നപ്പോൾ തന്നെ ഉണ്ടായിരുന്നു. അതിനെതിരെയാണ് ഗലാത്യ ലേഖനവും ശരിക്കും പറഞ്ഞ 2 കൊരിന്ത്യ ലേഖനവും ഒക്കെ പൗലോസ് എഴുതുന്നത്. അങ്ങനെയാണെങ്കിൽ പൗലോസ് പറഞ്ഞത്, എഫെസോസിലെ മൂപ്പന്മാരോട് പറഞ്ഞത് ഒരു സത്യമായി വന്നു എന്ന് വേണം നമുക്ക് ധരിക്കാൻ. ഞാൻ പോയ ശേഷം ആട്ടിൻകൂട്ടത്തെ ആദരിക്കാത്ത കൊടിയ ചെന്നായ്ക്കൾ നിങ്ങളുടെ ഇടയിൽ നിന്ന് തന്നെ എഴുന്നേൽക്കും. അവർ വിപരീത ഉപദേശം പറഞ്ഞ് നിങ്ങളെ തങ്ങളുടെ പിന്നാലെ വലച്ചു കളയും എന്ന് ഞാൻ അറിയുന്നു. എന്നിട്ട് പൗലോസ് പറയണം, അതുകൊണ്ട് ഞാനിന്ന് മുൻകൂട്ടി നിങ്ങളോട് പറയുന്നു, നിങ്ങളിൽ ആരെങ്കിലും നഷ്ടപ്പെട്ടു പോയാൽ ഞാനതിന് ഉത്തരവാദിയല്ല എന്ന് പറയുന്നു. അപ്പം ശരിക്കും പറഞ്ഞ 1-ാം നൂറ്റാണ്ടിൽ തന്നെ പൗലോസിൻ്റെ കൃപയുടെ സുവിശേഷം ഈ ഭൂമിയിൽ അസ്തമിച്ചു. അതിലേക്ക് ന്യായപ്രമാണം അഥവാ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ ഉപദേശവും 12 അപ്പോസ്തലന്മാരുടെ ഉപദേശവും അടങ്ങുന്ന ആ സുവിശേഷം കടന്നു വന്നു. അങ്ങനെ അങ്ങനെ പല സഭകളിലും പ്രശ്നമുണ്ടായി. പിൻകാലങ്ങളിൽ പൗലോസിനെ ഇന്ന് ആളുകൾ കണക്കാക്കുന്നത്, വിശ്വാസികൾ പോലും പൗലോസിൻ്റെ ലേഖനം വായിക്കുകയും പറയുകയൊക്കെ ചെയ്യുമെങ്കിലും അവർ പോലും കണക്കാക്കുന്നത് ഒരു സെക്കൻഡ് ഹാൻഡ് ആണെന്നാണ്, ഒരു 2-ാം കിടക്കാരൻ. പൗലോസ് ഒരു 2-ാം കിടക്കാരനാണെന്ന് മനസ്സിലാക്കുന്നവരാണ്. മെയിൻ അപ്പോസ്തലന്മാർ 12 അപ്പോസ്തലന്മാരാണ്. പൗലോസിനെ പിന്നെ ഒരു അകാല പ്രജ പോലെ വിളിച്ചു എന്നൊക്കെ ഉള്ളായിരിക്കുന്ന ഒരു ചിന്ത. അതുകൊണ്ട് പൗലോസിൻ്റെ ലേഖനങ്ങളിലെ എഴുത്തുകളൊന്നും ഇന്ന് അനേകർക്കും വലിയ പ്രാധാന്യമില്ല എന്നുള്ളതാണ്. ഈ തെസ്സലോനിക്കയിലെ ഈ സമയത്ത് തന്നെ തെറ്റായ ഉപദേശം കടന്നു വന്നു. അതുകൊണ്ടാണ് പറയുന്നത്, ഞങ്ങൾ എഴുതിയതുപോലെയുള്ളായിരിക്കുന്ന ലേഖനങ്ങളോ ഞങ്ങൾ പറഞ്ഞു എന്നുള്ളായിരിക്കുന്ന വിധത്തിലുള്ള വചനങ്ങളോ നിങ്ങൾ കേട്ടിട്ട് നിങ്ങൾ ഇളകിപ്പോകരുത്, നിങ്ങൾ ഞെട്ടിപ്പോകരുത് എന്ന് ഞങ്ങൾ നിങ്ങളോട് അപേക്ഷിക്കുന്നു. അപ്പം ചതിയും വഞ്ചനയും അന്നോട്ടേ ഉണ്ടായിരുന്നു. അങ്ങനെയാണെങ്കിൽ നമുക്കറിയാം 1-ാം നൂറ്റാണ്ട് കഴിഞ്ഞ് 2, 3 അതിനുശേഷം ഇങ്ങോട്ടുള്ളായിരിക്കുന്ന നൂറ്റാണ്ടുകളിൽ എന്തായിരുന്നു സഭയുടെ സ്ഥിതിയെന്ന് നമുക്ക് മനസ്സിലാക്കാം. നമുക്കറിയാമല്ലോ, ഇപ്പം കേരളത്തിലെ പെന്തക്കോസ്ത് സഭകളുണ്ട്, ബ്രദറൻ സഭകളുണ്ട്. ഇതൊക്കെ ഏകദേശം 100-ൽ പരം വർഷങ്ങൾ പഴക്കമുണ്ട്, അല്ലേ? 100-ൽ പരം വർഷങ്ങൾ പഴക്കമുണ്ട്. എന്നിട്ട് ഈ 100-ൽ പരം വർഷങ്ങൾ പഴക്കമുള്ളവർ എന്താ പഠിപ്പിക്കുന്നത്? യേശുക്രിസ്തുവിൻ്റെ 3.5 വർഷത്തെ സുവിശേഷവും അതുപോലെ തന്നെ പത്രോസിൻ്റെയും യോഹന്നാൻ്റെയും യാക്കോബിൻ്റെയും ഒക്കെ ലേഖനങ്ങൾ നമുക്കുള്ളതാണെന്ന് പറഞ്ഞ് പഠിപ്പിക്കുകയാണ്. ഞാൻ ആദ്യം പറഞ്ഞത്, തോമസ് സാറ് ഞാനൊക്കെ വിഷമിക്കുന്ന കാര്യം, ഇതിനെതിരെ പടപൊരുതാൻ നമ്മളെ ഉള്ളൂ. ഇതങ്ങനെയല്ല.
ഇത് ദൈവത്തിൻ്റെ 2 പദ്ധതികളാണ് എന്ന് പറഞ്ഞ് ജനത്തെ ബോധ്യപ്പെടുത്താൻ നമ്മളേ ഉള്ളൂ. എന്നാലും എനിക്ക് ഈ അധ്വാനത്തിനിടയിൽ എനിക്ക് സന്തോഷമുണ്ട് കേട്ടോ. സന്തോഷം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ ഓർക്കുന്നു, ഇപ്പോൾ എറണാകുളത്ത് നമ്മൾ സഭായോഗം തുടങ്ങിയല്ലോ. എറണാകുളത്ത് സഭായോഗം തുടങ്ങി. ആ കാര്യത്തിൽ ഞാൻ സന്തുഷ്ടനാണ്. യാത്രയൊക്കെ കൂടുതലുണ്ട്, പ്രയാസമുണ്ട്. രാത്രി 11 മണിയൊക്കെ ആവും ഞാൻ തിരിച്ച് വീട്ടിൽ വരുമ്പോൾ, എല്ലാം ഞായറാഴ്ചയും. എന്നാലും സന്തോഷം എന്താ അറിയാമോ, ഓരോ ആഴ്ചകളിലും 4 or 5 പുതിയ ആളുകൾ എറണാകുളം സഭയിലേക്ക് വന്നു ചേരുന്നു. അതും നല്ല ഒരുവിധം വചനം അറിയുന്നവർ, ബ്രദറൻകാരും മറ്റുള്ളവരും ആയിരിക്കുന്നവർ. പിന്നെ മറ്റ് പെന്തക്കോസ് ബ്രദറൻ സഭകളിൽ നിന്നുള്ളായിരിക്കുന്ന 4-5 ആൾക്കാർ വെച്ച് ഓരോ ആഴ്ചയിലും പുതിയ ആളുകൾ എറണാകുളം സഭയിൽ വന്നു ചേരുന്നു. അപ്പം ഞാൻ ഓർക്കുന്ന എൻ്റെ അധ്വാനത്തിന് കർത്താവ്, എൻ്റെ അധ്വാനമല്ല, എൻ്റെ തോമസ് സാറിൻ്റെയും എൻ്റെ കൂടെയുള്ള സഹോദരന്മാരുടെയും എല്ലാവരുടെയും അധ്വാനം, ഈ അധ്വാനത്തിന് സ്വർഗ്ഗത്തിൽ ദൈവം പ്രതിഫലം തരുന്നു. അത് അവരെ കാണുമ്പം ഞങ്ങളുടെ യാത്രാക്ഷീണവും മറ്റുമെല്ലാം ഞങ്ങൾ മറന്നു പോവുകയാണ്. ആ വിധത്തിൽ ഞാൻ മനസ്സിലാക്കുന്നത്, ഈ നാളുകളിലെ ഈ സത്യം ഒരുപാട് പേരുടെ ഹൃദയങ്ങളിൽ വെളിച്ചമായി തീർന്നിട്ടുണ്ട്. നിങ്ങളെപ്പോലെ നിങ്ങളുടെ ഹൃദയങ്ങളിൽ ഈ സത്യം എങ്ങനെ വെളിച്ചമായി തീർന്നുവോ അതുപോലെ തന്നെ അനേക ഹൃദയങ്ങളിൽ ഇത് വെളിച്ചമായി തീരുന്നുണ്ട്. തോമസ് സാറിൻ്റെ വീഡിയോയ്ക്ക് സബ്സ്ക്രൈബേഴ്സ് ചെയ്തിരിക്കുന്നവർ 65,000 പേരുണ്ട് കേരളക്കരയിൽ നിന്ന്, 65,000 പേര്. അപ്പോൾ ഇതൊക്കെ കാണുമ്പോൾ നമുക്കൊരു സന്തോഷമാണ് എൻ്റെ പ്രിയമുള്ളവരെ. അതുകൊണ്ട് തന്നെ തെസ്സലോനിക്കയിലെ സഭയിലും അന്ന് തന്നെ ഈ വിധത്തിൽ തെറ്റായ ഉപദേശങ്ങൾ പഠിപ്പിക്കുകയും അവരെ വീഴ്ച കളയുകയും ചെയ്യുവാൻ തക്കവണ്ണം വലിയ പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ട് എന്നുള്ളതാണ് ഞാൻ പറഞ്ഞു വന്നത്. എന്നിട്ട് പൗലോസ് 3-ാം വാക്യത്തിൽ പറയാണ്, ആരും ഏത് വിധേനയും നിങ്ങളെ ചതിക്കരുത് എന്ന് പറയാണ്. ആരും. അപ്പം അന്ന് മുതലേ ഈ ചതിക്കലുണ്ട്. തെറ്റായ ഉപദേശങ്ങളിലേക്ക് മനുഷ്യരെ വലിച്ചിഴയ്ക്കുന്ന ചതിക്കൽ അന്ന് മുതലേ ഉണ്ട് എന്നുള്ളത് മനസ്സിലാക്കണം. എന്നിട്ട് പൗലോസ് കർത്താവിൻ്റെ പ്രത്യക്ഷതയും അതിനോട് ചേർന്ന് പ്രത്യക്ഷതയ്ക്ക് ശേഷം സംഭവിക്കാൻ പോകുന്ന കാര്യങ്ങളും ഒക്കെ ഞാൻ പറയുന്ന മനസ്സിലാവുന്നുണ്ടോ? കർത്താവിൻ്റെ മേഘപ്രത്യക്ഷതയും അതിനോട് ചേർന്ന് സംഭവിക്കാൻ പോകുന്നതായിരിക്കുന്ന കാര്യങ്ങളുടെയും ഒരു വിശദീകരണം കൊടുക്കുകയാണ്. വളരെ ഇൻട്രസ്റ്റിംഗ് ആയിരിക്കുന്ന വേദഭാഗങ്ങളാണ് താഴേക്ക് കാണാനായിട്ട് കഴിയുന്നത്. ഞാനൊരു കാര്യം പറയട്ടെ, ഒരു കാര്യം നിങ്ങളൊന്ന് ശ്രദ്ധിച്ച് കേൾക്കുക. പൗലോസിൻ്റെ 2 തെസ്സലോനിക്ക ലേഖനങ്ങളും നിങ്ങൾ ശ്രദ്ധയോടെ വായിക്കുക. 2 മാത്രമല്ല, വേറെ ഉണ്ട്. എന്നാൽ ഈ പൗലോസിൻ്റെ തെസ്സലോനിക്ക ലേഖനം നിങ്ങൾ ശ്രദ്ധയോടെ വായിച്ചാൽ ഒരു കാര്യം മനസ്സിലാവും. പൗലോസ് 2 കൂട്ടം ആളുകളെ കുറിച്ച് പറയുന്നുണ്ട്. അവർ എന്നും നമ്മൾ എന്നും. അത് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടോ? അവർ എന്ന് പല പ്രാവശ്യം പറയുന്നുണ്ട്. പിന്നെ നമ്മൾ എന്നുള്ളായിരിക്കുന്ന കാര്യത്തിലാണ് ലേഖനങ്ങൾ 2 എഴുതുന്നത്. അപ്പോൾ ഈ അവരാരാ നമ്മളാരാ? ഇത് പൗലോസിന് അന്ന് ഈ വേർതിരിവ് അറിയാം. ദൈവത്തിൻ്റെ 2 പദ്ധതികളെക്കുറിച്ച് പൗലോസിന് അറിയാം. ഇന്നത്തെ ക്രിസ്ത്യാനികൾക്ക് അറിയില്ല എന്ന് പറഞ്ഞ് പൗലോസിന് തെറ്റുപറ്റില്ല. അവർ നോക്കിയാൽ നമ്മൾ പഠിച്ചു പോയതാണെങ്കിലും നിങ്ങളൊന്ന് ശ്രദ്ധിച്ചു നോക്കിയേ. തെസ്സലോനിക്കർക്ക് എഴുതിയ 1-ാം ലേഖനം അതിന് 5-ാം വാക്യം ഞാൻ അന്ന് പറഞ്ഞതാണ്. അതിൻ്റെ 1 തെസ്സലോനിക്കർ 5-ാം അധ്യായം അതിൻ്റെ 3-ാം വാക്യം. 1 തെസ്സലോനിക്കർ 5-ാം അധ്യായം 3-ാം വാക്യം. അവിടെ അവരോട് പറയാണ്, 2-ാം വാക്യം തൊട്ട് വായിക്കാം. 2-ാം വാക്യം, കള്ളൻ രാത്രിയിൽ വരും പോലെ കർത്താവിൻ്റെ നാൾ വരുന്നു എന്ന് നിങ്ങൾ നന്നായി അറിയുന്നുവല്ലോ. കർത്താവിൻ്റെ നാൾ അതല്ലേ നമ്മളിവിടെയും വായിച്ചത്. നമ്മൾ വായിച്ചത് എന്താ? കർത്താവിൻ്റെ നാൾ അടുത്തിരിക്കുന്നു എന്ന് വെച്ച് എന്നാണല്ലോ ഇപ്പോൾ നമ്മൾ പഠിച്ചു വരുന്ന 2 തെസ്സലോനിക്കയിലും വായിച്ചത്. അപ്പോൾ ഇവിടെയും പറയുകയാണ്, കള്ളൻ രാത്രിയിൽ വരും പോലെ കർത്താവിൻ്റെ നാൾ വരുന്നുവെന്ന് നിങ്ങൾ തന്നെ നന്നായി അറിയുന്നുവല്ലോ എന്ന് പറഞ്ഞാൽ നമ്മളാരും പ്രതീക്ഷിക്കാത്ത, നമ്മളാരും ഉത്സുകരല്ലാതിരിക്കുന്ന സമയത്ത്, നമ്മളാരും ചിന്തിക്കാത്ത സമയത്താണ് കർത്താവിൻ്റെ നാൾ വരുന്നത്. അത് നമ്മളുമായിട്ട് ബന്ധമുള്ളതല്ല എന്ന് താഴെ പറഞ്ഞു. നാം ഉണർന്നിരുന്നാലും ഉറങ്ങിയാലും ഇരുളിനും രാത്രിക്കുമുള്ളവരല്ല എന്നുള്ളത് പൗലോസ് 1 തെസ്സലോനിക്ക ലേഖനത്തിൽ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇവിടെ പറയാണ്, കള്ളൻ രാത്രിയിൽ വരും പോലെ കർത്താവിൻ്റെ നാൾ വരുന്നു എന്ന് നിങ്ങൾ തന്നെ നന്നായി അറിയുന്നുവല്ലോ. എന്നിട്ട് അവിടെ പറയുന്ന 3-ാം വാക്യം നിങ്ങൾ ശ്രദ്ധിച്ചു നോക്കിയേ.
അവർ സമാധാനമെന്നും നിർഭയമെന്നും പറയുമ്പോൾ ഗർഭിണിക്ക് പ്രസവവേദന വരും പോലെ അവർക്ക് പെട്ടെന്ന് നാശം വന്ന് ഭവിക്കും, അവർക്ക് തെറ്റിയൊഴിയാവതുമല്ല. അപ്പം എന്താ ഈ അവർ എന്ന് പറയുന്നത്? എന്താ? നിങ്ങളിത് ഒന്ന് ചിന്തിച്ച് നോക്കിയാൽ മതി. ഞാനൊന്ന് ഇങ്ങനെ പകല് ചിന്തിച്ചപ്പോഴേ പൗലോസിന് അന്ന് ഈ രണ്ട് കൂട്ടങ്ങളെക്കുറിച്ച് വ്യക്തമായ ധാരണ. ഈ അവർ എന്ന് പറയുന്നത് അവർ സമാധാനമെന്നും നിർഭയമെന്നും പറയുമ്പോൾ ഞാനത് എന്ന് പറഞ്ഞതാണ്, ഞാൻ ആദ്യം വിവരിക്കുന്നില്ല. ഇത് യഹൂദന്മാരെന്നുള്ളായിരിക്കുന്ന ദൈവത്തിൻ്റെ പദ്ധതിയിൽ അവരുടെ ഒരു സമാധാന കാലം അവർ പ്രതീക്ഷിക്കുന്നത് ആൻറ്റി ക്രൈസ്റ്റ് മുഖാന്തരം അവർക്ക്, അതായത് എതിർ ക്രിസ്തു മുഖാന്തരം അവർക്ക് സമാധാനത്തിൻ്റെ ഒരു കാലം വരുമ്പോൾ അവർ പറയും, ഓ ഇത് തന്നെയാണ് ഞങ്ങളുടെ മശിക, ഇത് തന്നെയാണ് ഞങ്ങൾ കാത്തിരുന്നവൻ എന്ന് പറയും. അവർ സമാധാനമെന്നും നിർഭയമെന്നും പറയുമ്പോൾ അവർക്ക് എന്താണ് എന്ന് പറയുമ്പോൾ ഗർഭിണിക്ക് പ്രസവവേദന വരും പോലെ അവർക്ക് പെട്ടെന്ന് നാശം വന്ന് ഭവിക്കും, അവർക്ക് ഒഴിയാവതുമല്ല. അപ്പം ഞാൻ പറഞ്ഞെന്താ, പൗലോസിൻ്റെ ഈ എഴുത്തുകളിൽ തന്നെ രണ്ട് കൂട്ടരെയും രണ്ടായി വേർതിരിച്ചത് നിങ്ങൾക്ക് കാണാമോ? നിങ്ങൾ മനസ്സിലാക്കുന്നുണ്ടോ? നമ്മളും അവരും. ഇത് നമ്മൾ പഠിക്കണം. ആരാ അവർ, ആരാ നമ്മൾ? ഇത് നമുക്കുള്ളതല്ല, ഇത് അവർക്കുള്ളതാണെന്ന് പറയുമ്പോൾ ഈ അവരാരാണെന്ന് എന്ന് പലരും തെറ്റിദ്ധരിക്കപ്പെട്ടിരിക്കുകയാണ്. അപ്പം ഇങ്ങനെ രണ്ട് സമൂഹത്തെ മുൻനിർത്തിക്കൊണ്ടാണ് പൗലോസിൻ്റെ സുവിശേഷ പ്രവർത്തനം നടക്കുന്നത്. അതുകൊണ്ടാണ് പൗലോസ് റോമർക്ക് എഴുതിയ ലേഖനം 1:11 വായിക്കുന്നില്ല. 11:11 വാക്യത്തിലൊക്കെ വായിക്കുന്നത് പിന്നെ യഹൂദന്മാരെ കുറിച്ചൊക്കെ പൗലോസ് പറയുന്നത് എന്താണ്? ദൈവം അവരെ കൈവിട്ടു, അവരുടെ ലംഘനം ലോകത്തിന് നിരപ്പിന് കാരണമായി, അവരുടെ ഭ്രംശം ലോകത്തിന് രക്ഷയ്ക്ക് കാരണമായി. അവർ അവിടെ എല്ലാം അവർ എന്ന് പറയുന്നുണ്ട്. ഈ അവർ എന്ന് പറയുന്ന ആരാണെന്ന് തിരിച്ചറിയാതെ നമ്മൾ ഈ തിരുവെഴുത്ത് പഠിക്കാൻ നിന്നാൽ നമുക്ക് മനസ്സിലാകുകയില്ല. അതുകൊണ്ടാണ് ഞാൻ ഇത്ര വ്യക്തമായിട്ട് ഈ കാര്യങ്ങൾ പറയുന്നത്. അവർ യഹൂദന്മാരാണ്. ദൈവത്തിന് രണ്ട് പദ്ധതിയുണ്ട്. യേശു ക്രിസ്തുവിൻ്റെ 3.5 വർഷത്തെ സുവിശേഷ പ്രവർത്തനവും 3.5 വർഷത്തെ കർത്താവിൻ്റെ പരസ്യ ശുശ്രൂഷയും യഹൂദൻ എന്ന് പറയുന്നതായിരിക്കുന്ന ഒരു സമൂഹത്തെ ഉദ്ധരിക്കാനും അവരിലൂടെ ദൈവരാജ്യം സ്ഥാപിക്കാനുള്ളതായിരിക്കുന്ന പദ്ധതിയാണ്. അതെടുത്ത് ഇന്ന് നമ്മൾ ഘോഷിച്ചിട്ട് കാര്യമില്ല, നമ്മൾ പ്രസംഗിച്ചിട്ടും കാര്യമില്ല. അത് അവരുടെ പദ്ധതി കൈവിട്ടു. ആ പൗലോസ് അത് മനസ്സിലാക്കിക്കൊണ്ടാണ് ഈ രണ്ട് കൂട്ടരെയും തരം തിരിച്ച് അവർ എന്നും നമ്മൾ എന്നും മാറി സംബോധന ചെയ്യുന്നത് എന്ന് നമ്മൾ മനസ്സിലാക്കണം. അപ്പോൾ ഇവിടെ വായിക്കുകയാണ് 2 തെസ്സലോനിക്കർ 2-ാം അധ്യായം. എന്താണ് വായിച്ചത്? അതിൻ്റെ 3-ാം വാക്യം. ആരും ഏത് വിധേനയും നിങ്ങളെ ചതിക്കരുത്. ആദ്യമേ വിശ്വാസത്യാഗം സംഭവിക്കുകയും നാശയോഗ്യനും അധർമ്മമൂർത്തിയുമായവൻ വെളിപ്പെടുകയും വേണം. ആദ്യമേ വിശ്വാസത്യാഗം സംഭവിക്കുകയും നാശയോഗ്യനും അധർമ്മമൂർത്തി ആയവൻ വെളിപ്പെടുകയും വേണം. ആർക്ക് വിശ്വാസത്യാഗം സംഭവിക്കണമെന്ന്? വിശ്വാസികൾക്കോ? നമ്മൾ പൗലോസിൻ്റെ ശുശ്രൂഷയിലുള്ള വിശ്വാസികൾക്ക് വിശ്വാസത്യാഗം സംഭവിക്കണമെന്നാണോ ഈ പറയുന്നത്? കൃപായുഗ വിശ്വാസികൾക്ക് വിശ്വാസത്യാഗം സംഭവിക്കണം എന്നാണോ ഈ പറയുന്നത്? അല്ല. അവർക്ക് അത് യഹൂദൻ്റെ പ്രോഗ്രാമിനെ കുറിച്ച് പറഞ്ഞു വരുന്നത്. ദൈവം യഹൂദനോട് എങ്ങനെ ഇടപെടുന്നു, യഹൂദനോടിരിക്കുന്ന ദൈവത്തിൻ്റെ പദ്ധതി എന്ത് എന്ന് വ്യക്തമായി അറിയാവുന്ന പൗലോസ് ആദ്യമേ അവർക്ക് വിശ്വാസത്യാഗം സംഭവിക്കണം, അന്നേരമാണ് അധർമ്മമൂർത്തി വെളിപ്പെട്ട് വരുന്നത്. അധർമ്മമൂർത്തിയുടെ പ്രത്യക്ഷത അല്ല നമ്മൾ വായിക്കുന്നത്. ആരും ഏതുവിധനെയും നിങ്ങൾ ചതിക്കരുത്. ആദ്യമേ വിശ്വാസത്യാഗം സംഭവിക്കുകയും നാശയോഗ്യനും അധർമ്മമൂർത്തിയുമായവൻ വെളിപ്പെടുകയും വേണം. ഈ യഹൂദന്മാർക്ക് എങ്ങനെയാണ് വിശ്വാസത്യാഗം സംഭവിക്കുന്നത്? നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ, ചിന്തിച്ചിട്ടുണ്ടോ? യഹൂദന്മാർക്ക് വിശ്വാസത്യാഗം സംഭവിക്കുന്നത് അവർ യഥാർത്ഥത്തിൽ പണ്ടും കർത്താവിൻ്റെ കാലത്തും ഇന്നും 3 കാലങ്ങളിലും, പണ്ടും കർത്താവിൻ്റെ കാലത്തും ഇന്നും അവർ യഹോവയായ ദൈവത്തിലും ദൈവം നൽകുന്ന അവൻ്റെ ക്രിസ്തുവിലും വിശ്വസിക്കുന്നവരാണ്. അവരുടെ ക്രിസ്തു ഇതുവരെയും വന്നില്ല എന്ന് അവർ പറയുന്നു. ഓക്കെ,
അവരുടെ ക്രിസ്തു വരാനിരിക്കുന്നുള്ളൂ എന്ന് അവരിപ്പോഴും പ്രസ്താവിക്കും. അത് വേറെ കാര്യം. അപ്പോൾ അവർ യഥാർത്ഥ സത്യദൈവത്തെ ആരാധിക്കുന്ന സമൂഹമാണ്. ആ യഥാർത്ഥ സത്യദൈവത്തെ ആരാധിക്കുന്ന സമൂഹം ദൈവത്തിൻ്റെ പ്രവൃത്തി കൂടാതെ, ദൈവത്തിൽ നിന്നല്ലാതെ ഒരു ക്രിസ്തു വരുമ്പോൾ ആ ക്രിസ്തുവിനെ അവരംഗീകരിക്കുന്നതാണ് വിശ്വാസത്യാഗം. ദൈവത്തിൽ നിന്നല്ലാതെ ഒരു ക്രിസ്തു അവർക്ക് വരും. അതാരാ ക്രിസ്തു? അതാ ധർമ്മമൂർത്തി. കാര്യം മനസ്സിലാകുന്നില്ലേ? അധർമ്മമൂർത്തി എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ആൻറ്റി ക്രൈസ്റ്റ്, എതിർ ക്രിസ്തു, അല്ലെങ്കിൽ സാത്താൻ്റെ പ്രത്യക്ഷത. ആ പ്രത്യക്ഷതയെ അവരംഗീകരിക്കും. അവരംഗീകരിക്കുന്നതിനെയാണ് അവരുടെ വിശ്വാസത്യാഗം എന്ന് ബൈബിളിൽ പറഞ്ഞിരിക്കുന്നത്. നമ്മുടെ കർത്താവായ യേശുക്രിസ്തു പറഞ്ഞ ഒരു വാക്യം നിങ്ങൾ ഓർക്കുന്നുണ്ടോ? ഞാൻ എൻ്റെ പിതാവിൻ്റെ നാമത്തിൽ വന്നിരിക്കുന്നു, നിങ്ങൾ എന്നെ കൈക്കൊള്ളുന്നില്ല. വേറെ ഒരുത്തൻ സ്വന്തം നാമത്തിൽ വരും, വേറെ ഒരുത്തൻ സ്വന്തം നാമത്തിൽ വരും, അവനെ നിങ്ങൾ കൈക്കൊള്ളും. എത്ര വ്യക്തമാണ് കർത്താവ് പറഞ്ഞത്. ഞാൻ വന്നിട്ട് നിങ്ങൾ എന്നെ കൈക്കൊണ്ടില്ല, ഞാൻ വന്നത് എൻ്റെ പിതാവിൻ്റെ നാമത്തിലാണ്. പക്ഷെ വേറെ ഒരുത്തൻ, എന്നെപ്പോലെ ഒരുത്തൻ വരും, ക്രിസ്തുവിനെ പോലെ സൗമ്യതയും അത്ഭുതങ്ങളും അടയാളങ്ങളും എല്ലാം ചെയ്ത് വളരെ നല്ല ഒരു വ്യക്തിത്വമായിട്ട് അവൻ്റെ പ്രത്യക്ഷത, അല്ലാതെ അതിഭീകരനായിട്ടല്ല. നമ്മൾ വെറുതെ ധരിക്കണ്ട, അവൻ്റെ പ്രത്യക്ഷത വളരെ സൗമ്യനായിട്ടായിരിക്കും. അവൻ മേലെ ആകാശത്തിലും കീഴെ ഭൂമിയിലും അടയാളങ്ങൾ കാണിക്കും. അവൻ്റെ പ്രത്യക്ഷത അതിഭയങ്കരമായിരിക്കും. അവൻ്റെ പ്രത്യക്ഷതയിൽ അതിനെക്കുറിച്ച് ഈ തെസ്സലോനിക്ക ലേഖനത്തിൽ തന്നെ പറയുന്നുണ്ട്. അതിൻ്റെ ഈ 2-ാം അധ്യായത്തിന് 9-ാം വാക്യം നോക്കിയേ. അഡ്വാൻസ് ആയിട്ട് പറഞ്ഞു പോവാണ്. 2-ാം അധ്യായത്തിന് 9-ാം വാക്യം. അധർമ്മമൂർത്തിയുടെ പ്രത്യക്ഷത നശിച്ചു പോകുന്നവർക്ക് സാത്താൻ്റെ വ്യാപാര ശക്തിക്ക് ഒത്തവണ്ണം വ്യാജമായ സകല ശക്തിയോടും അടയാളങ്ങളോടും അത്ഭുതങ്ങളോടും അനീതിയുടെ സകല വഞ്ചനയോടും കൂടെ ആയിരിക്കും. എന്ന് പറഞ്ഞാൽ എന്താർത്ഥം? അധർമ്മമൂർത്തി വരുന്നത് അതിഭീകരമായിരിക്കുന്ന കാഴ്ചപ്പാടോടുകൂടി, അല്ലെങ്കിൽ അതിഭീകരമായിരിക്കുന്ന പ്രത്യക്ഷതയൊന്നുമല്ല. യേശു ക്രിസ്തുവിനേക്കാളും സൗമ്യനായിട്ടെന്ന് ഞാൻ പറഞ്ഞാൽ വിശ്വസിക്കുമോ നിങ്ങൾ? യേശു ക്രിസ്തു എത്രയും സൗമ്യനായിരുന്നു. അതിനേക്കാളും സൗമ്യനായിട്ട് യേശു ക്രിസ്തു ചെയ്ത അത്ഭുതങ്ങളെക്കാളും വലിയ അത്ഭുതങ്ങൾ ചെയ്യും. ഇവിടെ പറഞ്ഞിട്ടില്ലേ, അധർമ്മമൂർത്തിയുടെ പ്രത്യക്ഷത നശിച്ചു പോകുന്നവർക്ക് സാത്താൻ്റെ വ്യാപാര ശക്തിക്ക് ഒത്തവണ്ണം വ്യാജമായ സകല ശക്തിയോടും അടയാളങ്ങളോടും അത്ഭുതങ്ങളോടും അനീതിയുടെ സകല വഞ്ചനയോടും കൂടിയായിരിക്കും. എന്നിട്ട് 10-ാം വാക്യം പറയാണ്, അവർ രക്ഷിക്കപ്പെടുവാൻ തക്കവണ്ണം സത്യത്തെ സ്നേഹിച്ച് കൈക്കൊള്ളാകിയാൽ തന്നെ അങ്ങനെ ഭവിക്കും. സത്യത്തെ വിശ്വസിക്കാതെ അനീതിയിൽ രസിക്കുന്ന ഏവർക്കും ന്യായവിധി വരേണ്ടതിന് ദൈവം അവർക്ക് ഭോഷ്ക് വിശ്വസിക്കുമാറ്. കണ്ടോ, ഇതാ വിശ്വാസത്യാഗം. ദൈവം അവർക്കെന്ന് പറഞ്ഞിട്ടില്ലേ, സത്യത്തെ വിശ്വസിക്കാതെ അനീതിയിൽ രസിക്കുന്ന ഏവർക്കും ന്യായവിധി വരേണ്ടതിന് ദൈവം അവർക്ക് ഭോഷ്ക് വിശ്വസിക്കുമാറ് വ്യാജത്തിൻ്റെ വ്യാപാര ശക്തി അയക്കുന്നു. എൻ്റെ പ്രിയമുള്ളവരെ, ഞാനൊരു കാര്യം പറയട്ടെ. നമ്മൾ ഉൽപ്രാവണത്തിലെടുക്കപ്പെടും. അത് കഴിഞ്ഞിട്ട് നാമധേയ ക്രൈസ്തവരെന്ന ലോകത്തുണ്ട്, കണ്ടമാനം ഉണ്ടാവും. ഞാൻ നാമധേയർ എന്ന് പറയുന്നത് ഏകദേശം പള്ളി ക്രൈസ്തവരെ ഉദ്ദേശം മാത്രമൊന്നുമല്ല. ഈ സത്യം, പൗലോസിൻ്റെ കൃപയുടെ സുവിശേഷം വിശ്വസിക്കാത്തവരെ എല്ലാവരും ഉദ്ദേശിച്ചാണ് ഞാൻ പറയുന്നത്. അവർ കൈവിടപ്പെടും. അവരെല്ലാവരും നിങ്ങൾ കണ്ടോളൂ, ആൻറ്റി ക്രൈസ്റ്റിൻ്റെ പ്രത്യക്ഷതയിൽ അവർ അവൻ്റെ പിന്നാലെ ചേരും. കാരണം അത്രമാത്രം സൗമ്യതയും സ്നേഹവും അത്ഭുതങ്ങളും അടയാളങ്ങളും അതിശയങ്ങളും വീര്യപ്രവൃത്തികളും തിമോഥെയോസ് ലേഖനത്തിൽ പറയുന്നുണ്ട്. മേലെ ആകാശത്തിൽ നിന്ന് അവൻ അത്ഭുതങ്ങൾ കാണിക്കും, കീഴെ ഭൂമിയിൽ അവൻ അത്ഭുതങ്ങൾ കാണിക്കും. അനേകം രോഗികൾ സൗഖ്യമാകും, അനേകം മുടന്തന്മാർ കാലുള്ളവരായിത്തീരും, അനേകം കുരുടന്മാർ കാഴ്ച പ്രാപിക്കും.
ചിലപ്പോൾ മരിച്ചവരെ ഉയർപ്പിക്കാൻ അവന് കഴിയുമെന്ന് എനിക്കറിയില്ല, സോറി. ബാക്കി എല്ലാ കാര്യങ്ങളും ഭയങ്കര അത്ഭുത പ്രവൃത്തികൾ അവൻ ചെയ്യും. അവൻ ചെയ്യുമ്പോൾ ഞാൻ പറഞ്ഞു വന്നത്, കൈവിടപ്പെടുന്നതായിരിക്കുന്ന ക്രിസ്ത്യാനികളിൽ നിന്ന് അഭിമാനിക്കുന്ന എല്ലാവരും അവനെ വിശ്വസിക്കും. അവനാണ് ക്രിസ്തു. ഇനി ഇതിലും വലിയൊരു ക്രിസ്തു വരാനില്ല. പണ്ട് 2000 വർഷം മുമ്പ് വന്ന് യഹൂദ്യ മലനാട്ടിൽ ജീവിച്ച് പ്രവർത്തിച്ചവനായിരിക്കുന്ന ക്രിസ്തുവിനേക്കാളും വലിയ അത്ഭുതങ്ങൾ ചെയ്താൽ പിന്നെ ആരാ വിശ്വസിക്കാത്ത? ഇന്നും നിങ്ങൾക്കറിയില്ലേ, എവിടെയെങ്കിലും എന്തെങ്കിലും അത്ഭുതങ്ങളുണ്ടെന്ന് കേട്ടാൽ എത്രമാത്രം ആയിരങ്ങൾ, പതിനായിരങ്ങളാണ് ഓടിക്കൂടുന്നത്. അപ്പോൾ പിന്നെ അധർമ്മമൂർത്തിയുടെ പ്രത്യക്ഷതയിൽ വരുന്നതായിരിക്കുന്ന അത്ഭുതകരമായിരിക്കുന്ന പ്രവൃത്തികൾ കണ്ടാൽ, ആ അതിശയങ്ങൾ കണ്ടാൽ ആരാ വിശ്വസിക്കാതിരിക്കുന്നത്? അത് പൗലോസോട് പറയുന്ന വരിയാണ്. എന്താണ് ഇപ്പോൾ പറഞ്ഞില്ലേ 10-ാം വാക്യത്തിന്, അവർ രക്ഷിക്കപ്പെടുവാൻ തക്കവണ്ണം, 2:10, അവർ രക്ഷിക്കപ്പെടുവാൻ തക്കവണ്ണം സത്യത്തെ സ്നേഹിച്ച് കൈക്കൊള്ളായികയാൽ തന്നെ അങ്ങനെ ഭവിക്കും. ഇതാ ലോകത്തിന് വരാൻ പോകുന്നൊരു അപകടം. ഭയങ്കര അപകടമായിരിക്കും. കാരണം അവർ വ്യാജത്തിൽ ആശ്രയിക്കും. കള്ള ക്രിസ്തുവിനെ അവർ ക്രിസ്തുവായി അംഗീകരിക്കും. അപ്പോൾ ഇവിടെ തെസ്സലോനിക്ക ലേഖനം 4-ാം അധ്യായത്തിൽ എന്താണ് പറയുന്നത്? ആരും ഏത് വിധേനയും 2-ാം അധ്യായം, തെസ്സലോനിക്ക ലേഖനം 2 തെസ്സലോനിക്ക 2-ാം അധ്യായം അതിൻ്റെ 3-ാം വാക്യം, ആരും ഏത് വിധേനയും നിങ്ങളെ ചതിക്കരുത്. ആദ്യമേ വിശ്വാസത്യാഗം സംഭവിക്കുകയും നാശയോഗ്യനും അധർമ്മമൂർത്തിയുമായവന് വെളിപ്പെടുകയും വേണം. അവൻ്റെ വെളിപ്പാട് എന്ന് പറഞ്ഞാൽ ഭീകര ദൃശ്യമായിട്ടൊന്നുമല്ല. അങ്ങനെ ധരിച്ചു വെച്ചേക്കല്ലേ. അവൻ വളരെ വളരെ സ്നേഹസമ്പന്നനായിരിക്കുന്ന ഒരു വ്യക്തിയായിട്ടാണ് വെളിപ്പെടുന്നത്. എന്നാൽ മാത്രമേ ക്രിസ്തുവിൻ്റെ വേഷം ധരിച്ച് വന്നെങ്കിൽ മാത്രമേ യഹൂദന്മാരെ വീഴിക്കാൻ പറ്റുള്ളൂ. അതവനറിയാം. അധർമ്മമൂർത്തിയായവൻ വെളിപ്പെടുകയും വേണം. അവൻ ദൈവാലയത്തിൽ ഇരുന്നു കൊണ്ട് ദൈവം എന്ന് നടിച്ച് ദൈവമെന്നോ പൂജാ വിഷയമെന്നോ പേരുള്ള സകലത്തിനും മീതെ തന്നെത്താൻ ഉയർത്തുന്ന എതിരാളി അത്രേ. ഒരുപക്ഷെ യഹൂദന്മാർക്ക് എപ്പോഴാണ് ഇവൻ യഥാർത്ഥ ക്രിസ്തു അല്ല എന്ന് കുറച്ച് പേർക്കെങ്കിലും, ബോധമുള്ള കുറച്ച് പേർക്കെങ്കിലും എപ്പോഴാണ് മനസ്സിലാകുക എന്നറിയാമോ? അവൻ ദൈവാലയത്തിൽ ഇരുന്നിട്ട് ദൈവമെന്നോ പൂജാ വിഷയമെന്നോ പേരുള്ള സകലത്തിനു മീതെ ഞാനാണ് ദൈവമെന്ന് പറഞ്ഞ് ഉയർത്തും. ഞാനാണ് എന്നെ ആരാധിപ്പിനെന്ന് പറയുമ്പോൾ യഥാസ്ഥിതികരായിരിക്കുന്ന യഹൂദന്മാർക്ക് കാര്യം മനസ്സിലാവും. ഇത് നമ്മൾ പറ്റിക്കപ്പെട്ടു, ചതിക്കപ്പെട്ടു, വഞ്ചിക്കപ്പെട്ടു. കാരണം ഞങ്ങളുടെ ക്രിസ്തു അങ്ങനെ പറയുകയില്ല. നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു ജീവിച്ചിരുന്ന കാലത്തൊന്നും താൻ ദൈവമാണ് എന്ന് അവകാശപ്പെട്ടില്ല. ഇന്ന് മുസ്ലിമുകൾ എടുത്ത് ഉപയോഗിക്കുന്ന പദമാണത്. യേശു കർത്താവ് എവിടെയാണ് താൻ ദൈവമാണെന്ന് അവകാശപ്പെട്ടതെന്ന് കാണിച്ചാട്ടെ. പക്ഷെ ദൈവമാണ് എന്നുള്ളത് പറയാതെ പറഞ്ഞ പല വാക്യങ്ങളുമുണ്ട്. ഞാൻ അതിലേക്കൊന്നും കടക്കുന്നില്ല. താൻ സകലവും ആണ്, സകലവും താൻ മുഖാന്തരമാണെന്നൊക്കെ പറയുന്ന, അല്ലെങ്കിൽ ആ വിധത്തിൽ ധ്വനി ജനിപ്പിക്കുന്നതായിരിക്കുന്ന പല കാര്യങ്ങളും നമ്മുടെ കർത്താവ് പറഞ്ഞു. എന്നെ കണ്ടവൻ പിതാവിനെ കണ്ടിരിക്കുന്നു, ഞാനും പിതാവ് ഒന്നാവുന്നു എന്നൊക്കെ കർത്താവ് പറഞ്ഞിട്ടുണ്ട്. അതവർക്ക് മനസ്സിലാവുന്നില്ല. പിന്നെ ഈ പറയുന്നതായിരിക്കുന്ന എതിർ ക്രിസ്തുവും എന്ത് ചെയ്യുന്നു എന്നറിയാമോ? എതിർ ക്രിസ്തു ദേവാലയത്തിലിരുന്ന് ഞാനാണ് ദൈവമെന്ന് പച്ചയായി വിളിച്ചു പറയുമ്പോൾ കുറച്ച് ബോധമുള്ള യഹൂദന്മാർ മനസ്സിലാക്കും, ഇത് ഞങ്ങളുടെ ക്രിസ്തു അല്ല. അവരന്ന് പറയും ഞങ്ങൾക്ക് അബദ്ധം പറ്റി. കുറച്ച് പേര്, ബാക്കിയുള്ളവരെല്ലാം അവൻ്റെ പുറകെ തന്നെയായിരിക്കും. അപ്പം ഇവിടെ ഒന്ന് ശ്രദ്ധിച്ചു നോക്കിയേ, അവൻ ദൈവാലയത്തിൽ ഇരുന്ന് എന്ന് പറയുമ്പോൾ നിങ്ങൾക്കൊരു ചിന്ത വരുന്നുണ്ടോ? ദൈവാലയം കൃപായുഗ വിശ്വാസികൾക്കില്ല. ഉണ്ടോ? ദൈവാലയത്തെക്കുറിച്ച് കൃപായുഗ വിശ്വാസികളോട് എവിടെയും പറഞ്ഞിട്ടില്ല. അപ്പോൾ പൗലോസ് അവൻ ദൈവാലയത്തിൽ ഇരുന്ന് ദൈവമെന്നോ പൂജാ വിഷയമെന്നോ പേരുള്ള സകലത്തിനും മീതെ തന്നെത്താൻ ഉയർത്തുന്ന എതിരാളി അത്രേ എന്ന് പറയുമ്പോൾ അത് വേറൊരു കൂട്ടരെ കുറിച്ചല്ല പറയുന്നത്. ദൈവാലയമുള്ള ജനം ആരാ? യഹൂദൻ.
ഇന്നത്തെ മാതിരത്തെ ക്രിസ്തീയ പള്ളികളൊന്നും അല്ലേ പറയുന്നത്, യഹൂദിൻ്റെ ദേവാലയം. പൗലോസിന് അന്ന് യഹൂദിൻ്റെ ദേവാലയം മാത്രമേ അറിയുള്ളൂ. പൗലോസിൻ്റെ കാലത്തൊന്നും ക്രിസ്തീയ പള്ളികളുമില്ല, ഇന്നത്തെ മാതിരി മുക്കിന് പള്ളികളുമില്ല, യാതൊന്നുമില്ല. അപ്പം ഇന്നത്തെ പള്ളികളെക്കുറിച്ചൊന്നുമല്ല പറയുന്നത്, ദൈവാലയമുള്ള യഹൂദൻ്റെ ദേവാലയത്തിൽ അവൻ ഇരിക്കുമെന്ന് പറയുമ്പോൾ പൗലോസ് വ്യക്തമായിട്ട് ഇത് വേറൊരു ഗണത്തെക്കുറിച്ചാണ് പറയുന്നത്, വേറൊരു കൂട്ടത്തെക്കുറിച്ചാണ് പറയുന്നത് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ ഇതിൽ കൂടുതൽ പരം തെളിവെന്താ വേണ്ടേ? അവൻ ദൈവാലയത്തിൽ ഇരിക്കുമെന്ന് പറയുമ്പോൾ തന്നെ പൗലോസ് ചൂണ്ടിക്കാണിക്കുന്ന യഹൂദന്മാരെയാണെന്ന് എത്ര പകൽ വെളിച്ചം പോലെ എത്ര വ്യക്തമാണ് എന്നുള്ളത് ഓർത്ത് നോക്കുക. അപ്പോൾ അവൻ ദൈവാലയത്തിൽ ഇരുന്നു കൊണ്ട് ദൈവമെന്ന് നടിച്ച് ദൈവമെന്നോ പൂജാവിഷയമെന്നോ പേരുള്ള സകലത്തിന് മീതെ തന്നെത്താൻ ഉയർത്തുന്ന എതിരാളി അത്രേ. 5-ാം വാക്യം പറയണം, നിങ്ങളോട് കൂടെ ഇരിക്കുമ്പോൾ തന്നെ ഞാനിത് നിങ്ങളോട് പറഞ്ഞു എന്ന് ഓർക്കുന്നില്ലയോ എന്ന് പറഞ്ഞാൽ ഈ കാര്യങ്ങളെല്ലാം പൗലോസ് തെസ്സലോനിക്കരെ പറഞ്ഞ് പഠിപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ പൗലോസ് തെസ്സലോനിക്കർക്ക് ക്ലാസ് എടുത്ത് കൊടുക്കുമ്പോൾ, അവരുടെ സഭയിൽ ചെന്ന് വചനങ്ങൾ പറഞ്ഞു കൊടുക്കുമ്പോൾ എപ്പോഴും പൗലോസിൻ്റെ പഠിപ്പിക്കലിൽ 2 ഭാഗത്ത് നിൽക്കുന്ന 2 സമൂഹമുണ്ട്. ഒന്ന് യഹൂദൻ, അവർ എന്ന് പറയുന്ന യഹൂദൻ, നമ്മൾ എന്ന് പറയുന്നതായിരിക്കുന്ന കൃപായുഗ വിശ്വാസികൾ. ഇത് മുൻനിർത്തിക്കൊണ്ടാണ് പൗലോസ് എല്ലായിടത്തും പഠിപ്പിക്കുന്നത് എന്ന് ഈ തെസ്സലോനിക്ക ലേഖനത്തിൽ നിന്ന് നമുക്ക് വ്യക്തമാണ്. അത് മനസ്സിലാക്കുക. നിങ്ങളോട് കൂടെ ഇരിക്കുമ്പോൾ തന്നെ ഞാൻ നിങ്ങളോട് പറഞ്ഞു എന്ന് ഓർക്കുന്നില്ലയോ? ആ കാര്യങ്ങളെല്ലാം പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. തെസ്സലോനിക്കർക്ക് ഇത് അറിയാം എന്നാണ് പറയുന്നത്. എന്നിട്ട് പറയാണ് 6-ാം വാക്യം, അവൻ സമയത്തിന് മുമ്പേ വെളിപ്പെടാതിരിക്കേണ്ടതിന് ഇപ്പോൾ തടുക്കുന്നത് എന്ത് എന്ന് നിങ്ങൾ അറിയുന്നു. അവൻ സമയത്തിന് മുമ്പേ വെളിപ്പെടാതിരിക്കേണ്ടതിന് ഇപ്പോൾ തടുക്കുന്നത് എന്ത് എന്ന് നിങ്ങൾ അറിയുന്നു. അധർമ്മമൂർത്തി വെളിപ്പെടാതിരിക്കേണ്ടതിന് ഇപ്പോൾ തടുക്കുന്നത് ഇന്നത്തെ ക്രൈസ്തവ ലോകമെല്ലാം പറയുന്നത് ആരാണെന്നറിയാമോ? പരിശുദ്ധാത്മാവാണ്. പെന്തക്കോസ്ത് ദിനത്തിൽ പരിശുദ്ധാത്മാവ് വന്നതിനെക്കുറിച്ചും അവിടെ അപ്പോസ്തലന്മാർ അന്യഭാഷയിൽ സംസാരിച്ചതിനെക്കുറിച്ചും പൗലോസിന് വല്ല അറിവുമുണ്ടോ? അങ്ങനെ വല്ല അത്ഭുതങ്ങളും കണ്ടായിരുന്നെങ്കിൽ പെന്തക്കോസ്ത് ദിനത്തിൽ 12 അപ്പോസ്തലന്മാരുടെ മേല്, ആ 120 പേരുടെ മേല് പരിശുദ്ധാത്മാവ് വന്ന് ഭയങ്കര കൂളൊക്കെ ഉണ്ടായതായിരിക്കുന്ന ആ സംഭവം കാണാൻ പൗലോസ് അന്നേ കണ്ടിരുന്നെങ്കിൽ പൗലോസ് അത് വിശ്വസിക്കില്ലായിരുന്നു. പൗലോസിന് അത് അറിയില്ല, അങ്ങനെ ഒരു സംഭവം അറിയില്ല. ഇന്നത്തെ വിശ്വാസികൾ പറയുന്നത് ഈ തടുക്കുന്നത് പരിശുദ്ധാത്മാവാണെന്ന് പറയുമ്പോൾ അവർ പറയുന്നത് പെന്തക്കോസ്ത് ദിനത്തിൽ വന്നിരിക്കുന്ന പരിശുദ്ധാത്മാവ് ഇവിടെ നിന്ന് സഭയുമായി മാറിപ്പോയി കഴിയുമ്പോഴാണ് അധർമ്മമൂർത്തി വെളിപ്പെടുന്നതെന്നാണ് ഇന്നത്തെ എല്ലാ വേർപെട്ട സഭകളും പഠിപ്പിക്കുന്നത്. പക്ഷെ അത് അസംബന്ധമാണ്, ഒരിക്കലും ശരിയല്ല. കാരണം അങ്ങനെ ഒരു പരിശുദ്ധാത്മാവിൻ്റെ വരവോ യെരുശലേമിൽ ഒരു വലിയ സംഭവം ഉണ്ടായതോ, അപ്പോസ്തലപ്രവൃത്തി 2-ാം അധ്യായത്തിൻ്റെ സംഭവം ഉണ്ടായതോ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ആർക്കറിയില്ല, പൗലോസിന് അറിയില്ല. അപ്പോൾ അന്ന് ഇറങ്ങി വന്ന പരിശുദ്ധാത്മാവ് സഭയുമായി മാറിപ്പോകുമ്പോഴാണ്, പരിശുദ്ധാത്മാവ് ഇവിടെ നിന്ന് മാറിപ്പോകുമ്പോഴാണ് അധർമ്മമൂർത്തി വെളിപ്പെട്ട് വരുന്നതെന്ന് പൗലോസ് പറയുമോ? ഒരിക്കലും പറയില്ല. അപ്പോൾ പൗലോസ് ഇവിടെ എന്താ പറയുന്നത് നോക്കിയേ, പറഞ്ഞൊന്ന് ഓർക്കുന്നില്ലയോ? അവൻ സമയത്തിന് മുമ്പേ വെളിപ്പെടാതെ ഇരിക്കേണ്ടതിന് ഇപ്പോൾ തടുക്കുന്നത് എന്ത് എന്ന് നിങ്ങൾ അറിയുന്നുവല്ലോ എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? തെസ്സലോനിക്കരോട് ഈ കാര്യം എന്തുകൊണ്ടാണ് അധർമ്മമൂർത്തി അതിശക്തമായിരിക്കുന്ന വിധത്തിൽ പ്രവർത്തിക്കാത്തത് എന്നുള്ളതായിരിക്കുന്ന കാര്യം തെസ്സലോനിക്കരോട് പറഞ്ഞു. അപ്പോൾ എന്താ തടുക്കുന്നത്? ഒരു സംശയവുമില്ല, തടുക്കുന്നത് ദൈവത്തിൻ്റെ ക്രിസ്തുവിൻ്റെ ശരീരമായ സഭയും ശിരസ്സായിരിക്കുന്ന ക്രിസ്തുവും ചേർന്ന പുതിയ മനുഷ്യനാണ്. ദൈവത്തിൻ്റെ ആ പുതിയ പ്രവൃത്തിയാണ്. അതായത് ആ പുതിയ സൃഷ്ടി, പുതിയ മനുഷ്യൻ എന്നൊക്കെ പറയില്ലേ, ഈ സഭ ഇവിടെ ഇരിക്കുന്നിടത്തോളം കാലം, കർത്താവിൻ്റെ ശരീരമായ സഭ ഇവിടെ ഇരിക്കുന്നിടത്തോളം കാലം യഹൂദനോട് ബന്ധപ്പെട്ടുള്ളതായിരിക്കുന്ന അധർമ്മമൂർത്തിയുടെ പ്രത്യക്ഷത നടക്കുകയില്ല. അത് വേറൊരു പ്രോഗ്രാമാണ്, യഹൂദൻ്റെ പ്രോഗ്രാം. സഭ ഉള്ളിടത്തോളം കാലം കർത്താവിന് ഈ പ്രോഗ്രാമിൻ്റെ ഇടയിൽ അതുകൂടെ കൂട്ടിച്ചേർക്കാൻ പറ്റില്ല. യഹൂദൻ്റെ പ്രോഗ്രാമിലേക്ക് വീണ്ടും പുനഃപ്രവേശിക്കാനായിട്ട് പറ്റുകയില്ല. സഭ ഇവിടെ ഇരിക്കുന്നിടത്തോളം കാലം ഇന്ന് ഒരു പരിപാടിയെ ദൈവത്തിനോട്, ഇന്നും നല്ല ഏത് കാലത്തും ദൈവത്തിന് ഒരു പദ്ധതിയേ ഉള്ളൂ.
ഇന്ന് സഭ എന്ന പദ്ധതി മാത്രമേ ദൈവത്തിനുള്ളൂ. ഈ സഭ ഇവിടെ നിൽക്കുന്നിടത്തോളം കാലം അധർമ്മമൂർത്തിക്ക് വെളിപ്പെടാനായിട്ട് പറ്റുകയില്ല. പരിശുദ്ധാത്മാവിനെ കുറിച്ചല്ല അവിടെ പറഞ്ഞത്. ഞാൻ അതിനെക്കുറിച്ച് പറയാറുണ്ട്. നിങ്ങൾ എൻ്റെ വീഡിയോകൾ കേട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്കറിയാം. ഈ പരിശുദ്ധാത്മാവാണ് തടുക്കുന്നവൻ എന്ന് പറയുന്നവരുടെ മണ്ടത്തരം ശ്രദ്ധിക്കുക. ഞാൻ ചില സൂചനകൾ നിങ്ങൾക്ക് തരാം. പരിശുദ്ധാത്മാവ് മാറിപ്പോകുമ്പോൾ അധർമ്മമൂർത്തി വെളിപ്പെട്ട് വരുമെന്ന് പഠിപ്പിക്കുന്ന എല്ലാ സഭാ ഗ്രൂപ്പുകളും എങ്ങനെയാണ് പഠിപ്പിക്കുന്നത്? ഞാൻ ചോദിക്കട്ടെ, പരിശുദ്ധാത്മാവ് ആർക്ക് വേണ്ടിയിട്ടാണ് ഭൂമിയിലേക്ക് വന്നത്? ഈ കൃപായുഗ സഭയ്ക്ക് വേണ്ടിയിട്ടാണോ? അല്ലല്ലോ. യഹൂദന് വാഗ്ദത്തം ചെയ്തായിരിക്കുന്ന ആത്മാവാണ്. യോവേൽ പ്രവചനം 2-ാം അധ്യായത്തിൻ്റെ 21 മുതലുള്ളായിരിക്കുന്ന വാക്യങ്ങൾ, അന്ത്യകാലത്ത് സകല ജഡത്തിന്മേലും ഞാൻ എൻ്റെ ആത്മാവിനെ പകരും, നിങ്ങളുടെ പുത്രന്മാരും പുത്രിമാരും പ്രവചിക്കും, നിങ്ങളുടെ വൃദ്ധന്മാർ സ്വപ്നങ്ങളെ കാണും എന്ന് പറഞ്ഞതിൻ്റെ നിവൃത്തിയാണ് അപ്പോസ്തല പ്രവൃത്തി 2-ാം അധ്യായത്തിൽ നടന്ന പരിശുദ്ധാത്മാവിൻ്റെ പ്രവേശനമെന്ന് പത്രോസ് അവിടെ നിന്ന് യോവേൽ പ്രവചനം ഉദ്ധരിച്ചുകൊണ്ട് പ്രസംഗിക്കുന്നുണ്ട്. അത് യഹൂദന് വാഗ്ദത്തം ചെയ്ത ദൈവത്തിൻ്റെ ആത്മാവിൻ്റെ പ്രത്യേക പ്രവൃത്തിയാണ്. ആ പരിശുദ്ധാത്മാവ് യഹൂദന് വേണ്ടി ഭൂമിയിൽ വന്നതാണെങ്കിൽ യഹൂദനോട് ദൈവം വീണ്ടും ഇടപെടുന്ന കാലം വരും. ഇപ്പോൾ യഹൂദൻ എന്ന പദ്ധതി സ്റ്റോപ്പ് ചെയ്തിരിക്കുകയാണ്, നിർത്തിവെച്ചിരിക്കുകയാണ്. ഇതൊക്കെ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമല്ലോ. വീണ്ടും യഹൂദനോട് ഇടപെടുന്നതായിരിക്കുന്ന കാലം വരുന്ന മഹാപീഡന കാലഘട്ടത്തിൽ 1,44,000 പേര് രക്ഷിക്കപ്പെടണം. അവരെ മുദ്രയിടണം. എണ്ണിക്കൂടാത്ത ഒരു മഹാപുരുഷാരം സകല രാജ്യങ്ങളിൽ നിന്നും വരുന്നതായിരിക്കുന്ന യഹൂദന്മാർ, ചെതറിപ്പാർക്കുന്ന, ഇന്ന് ലോകത്തിൻ്റെ നാനാഭാഗങ്ങളിലും ചെതറിപ്പാർക്കുന്നതായിരിക്കുന്ന യഹൂദന്മാർ അന്നോട് കുറേ പേരെങ്കിലും കൂടിച്ചേരും. അവരിൽ നിന്നും എണ്ണിക്കൂടാത്തൊരു പുരുഷാരവും രക്ഷിക്കപ്പെടും. അവർ രക്ഷിക്കപ്പെടണമെങ്കിൽ 1,44,000 പേരും എണ്ണിക്കൂടാത്ത പുരുഷാരമൊക്കെ മഹാപീഡനത്തിൽ രക്ഷിക്കപ്പെടണമെങ്കിൽ പരിശുദ്ധാത്മാവില്ലാതെ എങ്ങനെയാണ് നടക്കുന്നത്? പരിശുദ്ധാത്മാവ് മാറിപ്പോകുമ്പോഴാണ് സഭ പരിശുദ്ധാത്മാവ് മാറിപ്പോകുമ്പോഴാണ് അധർമ്മമൂർത്തി വെളിപ്പെടുന്നതെന്ന് പറയുന്നവരുടെ വിവരക്കേട് മനസ്സിലാക്കാൻ വേണ്ടി ഞാൻ നിങ്ങളോട് പറയുകയാണ്. പരിശുദ്ധാത്മാവ് യഹൂദന് വേണ്ടി വന്ന പരിശുദ്ധാത്മാവ് യഹൂദനെ യഥാസ്ഥാനപ്പെടുത്തുന്ന മഹാപീഡന കാലത്ത് ഇവിടെ ഇല്ല എങ്കിൽ യഹൂദൻ എങ്ങനെ മഹാപീഡനത്തിൽ കുറച്ച് പേരെങ്കിലും രക്ഷിക്കപ്പെടും? കുറച്ച് പേരെങ്കിലും നീതീകരിക്കപ്പെടും? എങ്ങനെ മുദ്രയിടപ്പെടും? അപ്പം അന്നിവിടെ പരിശുദ്ധാത്മാവ് വേണമല്ലേ? പരിശുദ്ധാത്മാവ് ഉണ്ടെങ്കിൽ ആ 1,44,000 പേരൊക്കെ കർത്താവിൻ്റെ വചനം പറഞ്ഞുകൊണ്ട് ലോകത്തിൻ്റെ നാനാഭാഗത്ത് യഹൂദന്മാരുടെ ഇടയിലേക്ക് പോവുള്ളൂ. പരിശുദ്ധാത്മാവിൻ്റെ പ്രവൃത്തിയില്ലാതെ അവർക്ക് എങ്ങനെ നീതീകരിക്കപ്പെടാനായിട്ട് പറ്റും? ഈ കാര്യം മനസ്സിലാക്കുക. അതുകൊണ്ട് ലോകത്തിലെ ക്രൈസ്തവ സമൂഹം പഠിപ്പിക്കുന്നത് ആ കാര്യത്തിൽ വളരെ തെറ്റായിരിക്കുന്ന ഉപദേശമാണ്. എന്ന് പറഞ്ഞാൽ തടുക്കുന്നത് പരിശുദ്ധാത്മാവ് അല്ല, തടുക്കുന്നത് പുതിയ മനുഷ്യനെന്ന ശിരസ് ക്രിസ്തുവും ശരീരം സഭയുമായിരിക്കുന്ന ഈ പുതിയ മനുഷ്യനാണ്, അഥവാ ബോഡി ഓഫ് ക്രൈസ്റ്റ് എന്ന സഭയാണ്. ഈ സഭ ഭൂമിയിലുള്ളിടത്തോളം കാലം അവന് പ്രത്യക്ഷപ്പെടാനായിട്ട് കഴിയുകയില്ല. ഇത്രയും കാര്യം നിങ്ങൾക്ക് മനസ്സിലായല്ലോ. ഓക്കെ. 7-ാം വാക്യം, അധർമ്മത്തിൻ്റെ മർമ്മം ഇപ്പോഴേ വ്യാപരിക്കുന്നുണ്ട്, ഇതുവരെ തടുക്കുന്നവൻ വഴിയിൽ നിന്ന് നീങ്ങിപ്പോകാൻ മാത്രം വേണം. ഇപ്പോഴേ വ്യാപരിക്കുന്നുണ്ട്. പൗലോസ് പറയുന്നത് അധർമ്മത്തിൻ്റെ മർമ്മം എന്ന് പറഞ്ഞാൽ ഈ അധർമ്മമൂർത്തിയുടെ പ്രത്യക്ഷതയുടെ പല ലക്ഷണങ്ങളും അന്നു മുതലേ ഉണ്ട്, എല്ലാ കാലത്തും ഉണ്ട്, ഇന്നും ഉണ്ടല്ലേ. ഇന്നും എന്തെല്ലാം അത്ഭുതങ്ങളായ, എന്തെല്ലാം അതിശയങ്ങളായ, എവിടെയെല്ലാം എങ്ങനെയെല്ലാം നടക്കുന്നു. വിശ്വാസികൾ പോലും തെറ്റിദ്ധരിക്കപ്പെടുകയാണ്. വിശ്വാസികൾ നല്ല വിശ്വാസികൾ പോലും തെറ്റിദ്ധരിക്കപ്പെടുകയാണ്. എന്ന് പറഞ്ഞാൽ അത് ചിലപ്പോൾ ദൈവത്തിൻ്റെ അത്ഭുതമായിരിക്കില്ലേ അവിടെ നടന്നേ? അങ്ങനെയൊക്കെ അവിടെ സംഭവിച്ചല്ലോ, അത് ചിലപ്പോൾ ദൈവത്തിൻ്റെ പ്രവൃത്തി ആയിരിക്കില്ലേ എന്ന് വിശ്വാസികൾ പോലും തെറ്റിദ്ധരിക്കുക. എൻ്റെ പ്രിയമുള്ളവരെ, അധർമ്മമൂർത്തിക്ക് പ്രവർത്തിക്കാൻ ഒരു തടസ്സവും ഇന്നില്ല. അവൻ എവിടെയും അത്ഭുതങ്ങൾ ചെയ്യാം. സകലവും അവൻ്റെ അധികാരത്തിൻ്റെ കീഴിലാണ്. ഭൂമി മുഴുവൻ അവൻ്റെ അധികാരത്തിൻ്റെ കീഴിലാണ്. അവൻ ആരെ വേണമെങ്കിലും സൗഖ്യപ്പെടുത്താം, ആർക്ക് വേണമെങ്കിലും അത്ഭുതകരമായിരിക്കുന്ന നേട്ടങ്ങൾ കൊടുക്കാം. എന്ത് വേണമെങ്കിലും അവന് ചെയ്യാം, അല്ലേ?
അങ്ങനെ അവന് ചെയ്യാം, ഒരു സംശയവുമില്ല. അപ്പോൾ ഇന്നത്തെ അത്ഭുതങ്ങളും അടയാളങ്ങളും ഇപ്പോഴേ വ്യാപരിക്കുന്ന അവൻ്റെ ശക്തിയുടെ പ്രഭാവം തന്നെയാണ്. ഇന്നും അവൻ്റെ പ്രവൃത്തികൾ നമുക്ക് വളരെ വ്യക്തമാണ്. അധർമ്മത്തിൻ്റെ മരണം ഇപ്പോഴേ വ്യാപരിക്കുന്നുണ്ട്. ഇതുവരെ തടുക്കുന്നവൻ വഴിയിൽ നിന്ന് നീങ്ങിപ്പോകാൻ മാത്രം വേണം. അപ്പോൾ അധർമ്മമൂർത്തി വെളിപ്പെട്ടു വരും. ഈ തടുക്കുന്നവനെ കുറിച്ചാണ് ഞാൻ ഇത്രയും നേരം പറഞ്ഞത്. ഈ തടുക്കുന്നത് സഭയാണ്. കർത്താവിൻ്റെ ബോഡി ഓഫ് ക്രൈസ്റ്റ് എന്ന സഭ ഈ ഭൂമിയിൽ നിന്ന് മാറ്റപ്പെടുമ്പോൾ അധർമ്മമൂർത്തി അതിശക്തിയോടെ യഹൂദനെ വഞ്ചിക്കാനായിട്ട് യഹൂദൻ അവൻ്റെ വലയിൽ വീഴുകയും അവരുടെ വിശ്വാസം ത്യജിക്കുകയും സത്യദൈവത്തെ ത്യജിച്ച് അവർ അധർമ്മമൂർത്തിയെ അവരുടെ മഷികായിട്ട് അംഗീകരിക്കുകയും അവർ വിശ്വാസം ത്യജിക്കുകയും ചെയ്യും. അത് സംഭവിക്കാനായിട്ട് പോകുന്നു എന്ന് നമുക്കറിയാം. അവൻ വെളിപ്പെട്ടു വരും. അവനെ കർത്താവായ യേശു തൻ്റെ വായിലെ ശ്വാസത്താൽ ഉടക്കി തൻ്റെ പ്രത്യക്ഷതയുടെ പ്രഭാവത്താൽ നശിപ്പിക്കും. കർത്താവ് അവനെ നശിപ്പിക്കും. നമുക്കറിയാം, അവനെ 1000 ആണ്ടേക്ക് ചങ്ങലയിടും. കർത്താവ് പ്രത്യക്ഷപ്പെടുമ്പോൾ അവൻ്റെ ആധിപത്യം അല്ലെങ്കിൽ അവൻ്റെ അധികാരം നശിപ്പിച്ച് കർത്താവ് അവനെ 1000 ആണ്ടേക്ക് ചങ്ങലയിടും. 1000 ആണ്ട് കഴിഞ്ഞ് അവനെ അല്പകാലത്തേക്ക് തുറന്നു വിടും. തുറന്നു വിട്ട് കഴിഞ്ഞിട്ട് ദൈവം 1000 ആണ്ടിൻ്റെ അവസാനത്തിങ്കൽ അവനെ നിത്യമായിരിക്കുന്ന അഗ്നിയിലേക്ക് തള്ളിക്കളയും. അപ്പോൾ പൗലോസോട് പറയുന്ന അവനെ കർത്താവായ യേശു തൻ്റെ വായിലെ ശ്വാസത്താൽ ഒടുക്കി തൻ്റെ പ്രത്യക്ഷതയുടെ പ്രഭാവത്താൽ നശിപ്പിക്കും. 9-ാം വാക്യം ഞാനിപ്പോൾ വായിച്ചാണ്. അധർമ്മമൂർത്തിയുടെ പ്രത്യക്ഷത ഞാനിപ്പോൾ പറഞ്ഞാണ്. 9, 10, 11, 12 ഒക്കെ ഞാൻ പറഞ്ഞാണ്. അധർമ്മമൂർത്തിയുടെ പ്രത്യക്ഷത നശിച്ചു പോകുന്നവർക്ക് സാത്താൻ്റെ വ്യാപാര ശക്തിക്ക് ഒത്തവണ്ണം അവൻ പ്രത്യക്ഷപ്പെടുമ്പോൾ ഒരുപാട് പേര് വീണു പോകും. ഒരുപാട് പേര് വഞ്ചിതരായിത്തീരും. അവൻ തന്നെയാണ് ദൈവമെന്ന് വിശ്വസിക്കും. അവൻ തന്നെയാണ് ക്രിസ്തു മശിഹ എന്ന് വിശ്വസിക്കും. അധർമ്മമൂർത്തിയുടെ പ്രത്യക്ഷത നശിച്ചു പോകുന്നവർക്ക് സാത്താൻ്റെ വ്യാപാര ശക്തിക്കൊത്തവണ്ണം വ്യാജമായ സകല ശക്തിയോടും അടയാളങ്ങളോടും അത്ഭുതങ്ങളോടും അനീതിയുടെ സകല വഞ്ചന എന്ന് പറഞ്ഞാൽ വളരെ സൗമ്യതയോടെ അത്ഭുതങ്ങളുടെ ഒരു ഘോഷയാത്ര അവൻ്റെ പ്രത്യക്ഷയുടെ കാലത്തുണ്ടാവും. അത് ഞാൻ ആദ്യം പറഞ്ഞത്. ഒരുപാട് എന്താ പറയുന്ന ഇന്ന് കുഷ്ഠരോഗം അധികമില്ലല്ലോ. പണ്ടാണ് ഈ കുഷ്ഠരോഗികളായിരുന്നു കൂടുതൽ കർത്താവിൻ്റെ കാലത്ത്. ഒരുപാട് ക്യാൻസർ രോഗികൾ സുഖപ്പെടും, ഒരുപാട് വൃക്ക രോഗികൾ സുഖപ്പെടും, ഒരുപാട് മുടന്തന്മാർ എഴുന്നേക്കും, തളർന്നു കിടക്കുന്നവർ എഴുന്നേക്കും. അവൻ്റെ പ്രത്യക്ഷതയിൽ അവൻ ചെയ്യുന്ന കാര്യങ്ങളാണ് ഒരുപാട് നന്മ ജനത്തിന് ചെയ്യുവൻ. അതവിടെ പറയുന്നത്. നശിച്ചു പോകുന്നവർക്ക് സാത്താൻ്റെ വ്യാപാര ശക്തിക്ക് ഒത്തവണ്ണം വ്യാജമായ സകല ശക്തിയോടും അടയാളങ്ങളോടും അത്ഭുതങ്ങളോടും അനീതിയുടെ സകല വഞ്ചനയോടും കൂടെ ആയിരിക്കും. അവർ രക്ഷിക്കപ്പെടുവാൻ തക്കവണ്ണം സത്യത്തെ സ്നേഹിച്ച് കൊള്ളായികയാൽ തന്നെ അങ്ങനെ ഭവിക്കും. സത്യം രക്ഷിക്കപ്പെടാനുണ്ടായിരിക്കുന്നത് നമ്മൾ പറയുന്ന ഈ സുവിശേഷം വിശ്വസിക്കാത്തവരെല്ലാം അന്ന് അവൻ്റെ വലയിൽ വീഴും. ഒരു സംശയവും വേണ്ട, വീഴും. കൃപയുടെ സുവിശേഷം, പൗലോസിൻ്റെ സുവിശേഷം വിശ്വസിക്കാത്തവരെല്ലാം അവൻ്റെ വലയിൽ വീഴും എന്നുള്ളതിൽ ഒരു സംശയവുമില്ല. സത്യത്തെ വിശ്വസിക്കാതെ അനീതിയിൽ രസിക്കുന്ന ഏവർക്കും ന്യായവിധി വരേണ്ടതിന് തന്നെ ദൈവം അവർക്ക് ഭോഷ്ക് വിശ്വസിക്കുമാറ് വ്യാജത്തിൻ്റെ വ്യാപാര ശക്തി അയക്കുന്നു. എന്ന് പറഞ്ഞാൽ ദൈവത്തിന് ലോകത്തെ ന്യായം വിധിക്കാൻ അതൊരു കാരണമാകുമെന്ന് പറയുന്നത്. ഇന്ന് ഞാനിങ്ങനെ ഓർക്കുവാണ്, ഇന്ന് കർത്താവേ ഞങ്ങൾ നിൻ്റെ നാമത്തിൽ പ്രവചിച്ചു, നിൻ്റെ നാമത്തിൽ അത്ഭുതങ്ങൾ ചെയ്തു, നീ ഞങ്ങളുടെ തെരുക്കളിൽ പഠിപ്പിച്ചിട്ടില്ലയോ? ഞങ്ങൾ നിൻ്റെ നാമത്തിൽ വലിയ വീര്യപ്രവൃത്തികൾ ചെയ്തു, ഞങ്ങൾ അത്ഭുതങ്ങൾ ചെയ്തു, ഞങ്ങൾ സഭകളെ ഉണ്ടാക്കി, 1000 പേര് ഞങ്ങളുടെ സഭയിലുണ്ട്, ഞങ്ങൾ വലിയൊരു കൂട്ടമാണ്, കർത്താവേ നീ ഞങ്ങളെ അറിയുന്നില്ലയോ എന്ന് ചോദിക്കുന്നവരുണ്ടല്ലേ ഒരുപാട് പേര്. അവർ വീണ് പോകുമ്പോൾ ദൈവത്തിൻ്റെ കയ്യിൽ നിന്ന് അവർ ഉപേക്ഷിക്കപ്പെടുമ്പോൾ അവരെ ന്യായം വിധിക്കാൻ തക്കവണ്ണം ദൈവത്തിന് വ്യക്തമായ കാര്യം ഉണ്ടാകണം. എങ്ങനെ ന്യായം വിധിക്കും? അവർ ചെയ്യുന്നതല്ല, ഇന്നത്തെ സഭകളിൽ ചെയ്യുന്നതെല്ലാം അയ്യോ എന്തെല്ലാം അത്ഭുതങ്ങൾ നടക്കുന്നറിയാവോ? 1000 പേര്
ഡെലിവറൻസ് സഭകളിലും മറ്റ് എന്താ പറയുന്ന പേരൊന്നും ഞാൻ എടുത്ത് പറയുന്നില്ല. ഈ കോട്ടയത്ത് തന്നെ ഉണ്ട് കുറേ സഭകൾ. അയ്യോ, ആ ഞായറാഴ്ചകളിലൊക്കെ അതിൻ്റെ അടുത്തോടെ വണ്ടി ഓടിക്കാൻ നമുക്ക് എന്തൊരു ബ്ലോക്കാണെന്നറിയാമോ? ഞങ്ങൾ അനുഭവിക്കുന്ന 3-4 സഭായോഗങ്ങൾ, പിന്നെ എന്താണ് വർഷിപ്പുകളാണ് അല്ലെങ്കിൽ സർവീസുകളാണ് ഒരു ഞായറാഴ്ച. കാരണം ഒരു സർവീസ് കൊണ്ട് കൂടാൻ പറ്റില്ല ആൾക്കാർക്ക്, വന്നിരിക്കാൻ പറ്റില്ല, അത്രയും ആൾക്കാർ. ഇവരെല്ലാം അവകാശപ്പെടുന്നത് എന്താണെന്ന്, കർത്താവിൻ്റെ ന്യായവിധിയുടെ നാളിൽ കർത്താവേ ഞങ്ങൾ ഇങ്ങനെയെല്ലാം ചെയ്തില്ലേ, ഞങ്ങൾ ഇത്രയെല്ലാം അത്ഭുതങ്ങൾ ചെയ്തില്ലേ, ഞങ്ങൾ ഇങ്ങനെയെല്ലാം ഇത്രമാത്രം വിശ്വാസികൾ ഞങ്ങളുടെ കൂടെ ഇല്ലേ എന്ന് ചോദിക്കുമ്പോൾ കർത്താവ് അവർക്ക് കൊടുക്കുന്ന ഉത്തരം 11-ാം വാക്യം ഒന്നുകൂടി വായിച്ചു നോക്കിയ 11-12 സത്യത്തെ വിശ്വസിക്കാതെ, അതേ ഇത് മനസ്സ് വെച്ചിട്ടൊന്ന് വായിച്ചു നോക്കി നിങ്ങൾ. സത്യത്തെ വിശ്വസിക്കാതെ അനീതിയിൽ രസിക്കുന്ന ഏവർക്കും ന്യായവിധി വരേണ്ടതിന് ദൈവം അവർക്ക് ഭോഷ്ക് വിശ്വസിക്കുമാറ് വ്യാജത്തിൻ്റെ വ്യാപാര ശക്തി അയക്കുന്നു. ഇവരന്ന് സാത്താൻ പ്രത്യക്ഷപ്പെട്ട അത്ഭുതങ്ങൾ ചെയ്യുമ്പോൾ ഇവരന്ന് അവൻ്റെ പുറകെ കൂടും. ഞങ്ങളുടെ മശിഹ വന്ന്, ഞങ്ങളുടെ ക്രിസ്തു വന്ന്. ഞങ്ങളുടെ മശിഹ എന്ന് പറയാൻ ജാതികൾക്ക് മശിഹയും ക്രിസ്തു ഒന്നുമില്ല, അത് യഹൂദൻ്റെ ക്രിസ്തു. അത് ഒന്നും ഇവർക്ക് അറിയില്ലല്ലോ. അപ്പം ഇതാണ് ഞങ്ങൾ കാത്തിരുന്ന കർത്താവെന്നും പറഞ്ഞ് ഇവന്മാരെല്ലാം കൂട്ടമായി 1000-10,000 കണക്കിന്, 1000-10,000 ലക്ഷക്കണക്കിന്, ഞാനത് ഓപ്പണായിട്ട് പറയും, ലക്ഷക്കണക്കിന് ഇന്നത്തെ വേർപെട്ട സഭാ ഗ്രൂപ്പുകളിൽ നിന്ന് മൂർത്തിയുടെ പ്രത്യക്ഷതയുടെ കാലത്ത് അവൻ്റെ വീര്യങ്ങളും അത്ഭുതങ്ങളും അടയാളങ്ങളും ഒക്കെ കണ്ടിട്ട് അവൻ്റെ പുറകെ ഇവരെല്ലാം ഓടിക്കൂടും. ഒരു സംശയവും വേണ്ട, ഓടിക്കൂടും. അന്ന് അവരെ ന്യായം വിധിക്കേണ്ടതിന്, അവർക്ക് ന്യായവിധി വരേണ്ടതിന് ദൈവം അവർക്ക് ഭോഷ്ക് വിശ്വസിക്കുമാറ് വ്യാജത്തിൻ്റെ വ്യാപാര ശക്തി അയക്കുന്നു എന്ന് പറഞ്ഞതാ. അപ്പോൾ പിന്നെ അവർക്ക് ആർക്കും ഒരു ന്യായം പറയാനുണ്ടാവില്ല കർത്താവിൻ്റെ ന്യായവിധിയുടെ മുമ്പ് അത് നിൽക്കുമ്പോൾ. ഞങ്ങളങ്ങനെ ചെയ്തില്ലേ, ഇങ്ങനെ ചെയ്തില്ലേ എന്നൊന്നും പറയാനുണ്ടാവില്ല. കാരണം സാത്താൻ്റെ പുറകെ കൂടുന്നവരെ ന്യായം വിധിക്കാൻ ദൈവത്തിന് ഇതൊരു വഴിയാണ്, കാരണമാണ് എന്നാണ് ഇവിടെ എഴുതിയിരിക്കുന്നത്. ഓക്കെ, ഇത്രയും കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലായല്ലോ. ഞാൻ 13 മുതലുള്ള വാക്യങ്ങളൊന്ന് വേഗത്തിൽ വായിക്കട്ടെ. 52 നമ്മുടെ സമയം കഴിഞ്ഞല്ലേ? ഓക്കെ, സമയം കഴിഞ്ഞതുകൊണ്ട് ഞാനിവിടെ നിർത്തുകയാണ്. 13 മുതൽ 3-ാം അധ്യായം അടുത്ത ആഴ്ചത്തോടെ നമുക്ക് പൂർത്തിയാക്കാമെന്ന് ഞാൻ വിചാരിക്കുന്നു. 1-2 തെസ്സലോനിക്ക ലേഖനം കഴിഞ്ഞു കഴിഞ്ഞാൽ കുറച്ച് നാളത്തേക്ക് നമുക്ക് ചിലപ്പോൾ മീറ്റിംഗ് ഉണ്ടാകുകയില്ല. എനിക്ക് കൂടുതൽ തിരക്കുകളുണ്ട്. അപ്പോൾ കുറച്ച് നാളത്തേക്ക് നമുക്ക് മീറ്റിങ്ങുകൾ ഉണ്ടാകുകയില്ല. ഈ അടുത്ത ആഴ്ചയും കൂടെ നമുക്ക് ഈ സമയത്ത് ഒരുമിച്ച് കൂടാം. ഇന്ന് പഠിച്ച ഇത്രയും കാര്യങ്ങൾ, 12 വരെയുള്ള വാക്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലായി കാണുമെന്ന് ഞാൻ വിചാരിക്കുന്നു. എന്നെക്കൊണ്ട് പറ്റുന്ന പോലെ ഞാനത് വിവരിച്ചിട്ടുണ്ട്. ദൈവം നിങ്ങളെ സഹായിക്കട്ടെ. ഈ ചതിയിലും വഞ്ചനയിലും പെടാതിരിക്കാൻ ദൈവം എന്നോടും നിങ്ങളോടും ധാരാളം കരുണ കാണിക്കട്ടെ. യേശു ക്രിസ്തുവിൻ്റെ നാമം മഹത്വപ്പെടുമാറാകട്ടെ. ആമേൻ.